ഇതൊരു ചെറിയൊരു ബാവഞ്ചി ടൈപ്പ് ബോർഡറിന്റെ സ്റ്റൈലിൽ വരുന്നതാണ്. ഇതൊക്കെ 1000 റേഞ്ചിൽ വരുന്നതാണ്. കറക്റ്റ് ഈ ചെക്സ് നമ്മൾ ആ ഉടുക്കുമ്പോൾ കറക്റ്റ് നമ്മളുടെ പൊസിഷനിലാണ് വരിക. ഈ ഹോസ്പിറ്റലിന്റെ തൊട്ട് മുന്നിലുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ. ഇതിൽ ബാവഞ്ചി ബോർഡർ സ്റ്റൈലിലാണ് ചെയ്തേക്കണേ. ഇതുണ്ടോ ഗോൾഡ് യെല്ലോ ഷെയ്ഡ്. ഇത് 1 ഗ്രാം ഗോൾഡിൽ വരുന്നതാണ്. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാം ഹാൻഡ് പിക്ഡ് ആണ്. ബനാറസിയിൽ തന്നെ ക്രഷ് ജോർജറ്റ് എന്ന് പറയും. തൊടാലിന്റെ എപ്പോഴും ഉണ്ടാവും. അത് ഓൺലൈനിൽ എപ്പോഴും ചൂടപ്പം പോലെ പോകുന്ന ഐറ്റാണ്. സെമി ടെസറിൽ മധുബനി പ്രിന്റ്. ഇത് 2 ഗ്രാം ഗോൾഡ് പ്ലേറ്റ് ആണ്. നല്ലൊരു റേഞ്ച് തോന്നിക്കും, പക്ഷേ ഇതിൻ്റെയൊക്കെ വില കേട്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടും. ഈവൻ ചിലർക്ക് സാരി എടുത്ത് ഇതിൽ ഫുൾ ഹാൻഡ് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതും ചെയ്ത് കൊടുക്കും. കാണുന്ന സാരീസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് പിടിക്കുക. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ചൈതന്യ ഹോസ്പിറ്റൽ കണ്ണൂർ തളാപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഹോസ്പിറ്റലിലേക്കൊന്നുമല്ല, നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് വെഡ്ഡിങ് കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ണൂർ തളാപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് മുന്നിലുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ. 2 ഫ്ലോർ ആയിട്ടുള്ള ബിഗ് ബിൽഡിംഗ് ആണിത്. ഗ്രൗണ്ട് ഫ്ലോറിലും അതുപോലെ തന്നെ മുകളിലത്തെ ഫ്ലോറിലും രണ്ടും നല്ല അടിപൊളി കളക്ഷൻസ്, പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള കളക്ഷൻസ്, അഫോർഡബിൾ റേഞ്ചിൽ കേട്ടോ. ഒക്കെ അറിയാലോ നമുക്ക്. അപ്പോൾ കടയുടെ പേര് വരുന്നത് ലാവീസ് ഡിസൈൻസ് വരും. ഗ്രൗണ്ട് ഫ്ലോറിലും അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് മൊത്തം അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ, പാർട്ടി വെയർ, ഡെയിലി വെയർ കളക്ഷൻസ്, റെഡിമെയ്ഡ് കളക്ഷൻസ്, പിന്നെ മോഡൽ സിൽക്കിൻ്റെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റിയ മെറ്റീരിയൽസ് ഉണ്ട്, അജ്രക്കിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഈ ഒരു ഇതിലുണ്ട് വരുന്നുണ്ട് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിൽ. അപ്പോൾ നമ്മൾ ഇതൊന്നും ഇനി കാണിക്കില്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് മൊത്തം വെഡ്ഡിങ് സാരീസ്, ഗൗൺസ്, ലെഹങ്കാസ്, അതും 1 lakh rupees വരെയുള്ള സാരീസ്. 2 ഗ്രാമിൻ്റെ ഉണ്ട്, 3 ഗ്രാമിൻ്റെ ഉണ്ട്. അപ്പോൾ ആ മുകളിലേക്ക് പോയിട്ട് നമുക്ക് സാരീസിൻ്റെ കളക്ഷൻസ് നോക്കാം. 450 തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ സാരീസ്. ഫസ്റ്റ് ഫ്ലോറിൽ മൊത്തം വെഡ്ഡിങ് സാരീസ് കണ്ടോ. അതും പ്രീമിയം ക്വാളിറ്റിയിലുള്ള സാരീസാണ് കേട്ടോ. ഇത് നല്ല വെറൈറ്റി ഇതിൻ്റെ ഒരുപാട് കളർ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് നോക്കാം. ഇത് കൂടാണ്ട് ഇതാ ഗൗൺസും വരുന്നുണ്ട്. പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി എന്ത് രസത്തിലായിരിക്കണം ഓരോരോ സാരികളും. സാരി കണ്ടപ്പോൾ നിങ്ങളുടെ ഭംഗിയൊക്കെ മാറുന്നു. സത്യം, അത്രയും വെറൈറ്റി കളർ. ഇതൊക്കെ ഫുൾ പ്രീമിയം ആണല്ലേ, എല്ലാം വെഡ്ഡിങ് കളക്ഷനിൽ വരുന്ന സാരി. ഈ ഫുൾ സാരീസ് വരുന്നത് കേട്ടോ. അത്രയും ഇത് നമുക്ക് എത്ര വരയ്ക്ക് പോകും റേഞ്ച്? അതായത് വെഡ്ഡിങ് സാരി ശരിക്കും പറഞ്ഞ ഒരു 3000 മുതൽ 1 lakh വരെയുള്ള സാരീസ്. പിന്നെ 450 ഉണ്ടെന്ന് ഞാൻ കേട്ടു. 450 നോർമൽ കാഷ്വൽ വെയറിൽ വരുന്നുണ്ട്. അതും എന്നുവെച്ചാൽ മൊത്തം സാരീസിന്റെ ഒരു സെക്ഷൻ ആണുള്ളത്. അത് നമുക്ക് പിന്നീട് കാണിക്കാം. പക്ഷെ ഇന്ന് കാണിക്കാൻ പോണത് മൊത്തം വെഡ്ഡിങ്ങിന് ആവശ്യമായിട്ടുള്ള, റിസപ്ഷന് യൂസ് ചെയ്യാൻ പറ്റിയതും വെഡ്ഡിങ്ങിന് ആവശ്യമായിട്ടുള്ളതും, അവർക്ക് അമ്മമാർക്കും അനിയത്തിമാർക്കും അങ്ങനെ പറ്റിയിട്ടുള്ള കുറേ സാരീസിന്റെയും ലെഹങ്കകളുടെ ഒക്കെ കളക്ഷൻസ് കാണിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനും എൻ്റെ വ്യൂവേഴ്സും ഒരു സ്വാഗതം. ലാവീസ് ഡിസൈൻസിലത്തെ ഓണറാണ് കേട്ടോ. ലാവീസ് ഡിസൈൻ. അടിപൊളി പേരാട്ടോ. താങ്ക് യു. അപ്പോൾ തുടങ്ങാം, നമുക്ക് തുടങ്ങാം. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണേ? സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ എങ്ങനെയാണ്, ഇതിപ്പം നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാം ഹാൻഡ് പിക്ഡ് ആണ്. സിംഗിൾ ഷെയ്ഡ്സ് ആയിരിക്കും. അതായത് ഒരു ഡിസൈനിൻ്റെ മാക്സിമം പോയാൽ 2 കളേഴ്സ്, ചിലതൊക്കെ ഒറ്റ സിംഗിൾ പീസ് മാത്രമേ ഉണ്ടാവും. കാരണം വെച്ചാൽ നമ്മൾ ചിന്തിക്കണം എന്താ വെച്ചാൽ വെഡ്ഡിങ് എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഒരു മെയിൻ ജീവിതത്തിൽ വിലപ്പെട്ട ഒരു ദിവസം. അതന്നെ, ആ ഒരു ദിവസത്തിൽ അത്ര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കണം. സപ്പോസ് നിങ്ങൾ ഇട്ടൊരു പീസ് ഫോട്ടോ എടുത്ത് വന്നിട്ട് ഇതുപോലത്തെ കിട്ടുമെന്ന് വെച്ചാൽ വേഗം എടുത്തു കൊടുക്കാൻ പറ്റരുത്. കാരണം നിങ്ങളിട്ട പീസ് ഒരു ബ്രൈഡ് ഇട്ടത് അത് അവർക്ക് സ്വന്തം, ആ ഡിസൈൻ. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാലോചിച്ചിട്ട് അത്രയും സെർച്ച് ചെയ്ത് ഹാൻഡ് പിക്ഡ് ആയിട്ട് ഓരോന്ന് എടുത്തു. ബ്രൈഡിന്റെ അമ്മ പോലും ഇതുപോലെ ചിന്തിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. അത്രയും കാര്യമായിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പൊ ഓരോന്ന് നോക്കിയാലോ നമുക്ക്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് കാരണം പല ടൈപ്പ് കസ്റ്റമേഴ്സ് ആണ്. ചിലർക്ക് ട്രെൻഡി ടൈപ്പ് ആയിരിക്കും, ചിലര് ട്രഡീഷണൽ ടൈപ്പ് ആയിരിക്കും. ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കോപ്പർ സിൽവർ വാട്ടർ ജെറി എന്നാ പറയാ. ഇതിൽ മെയിൻ ആയിട്ട് വരുവാണെങ്കിൽ ഒരു കോപ്പറും സിൽവറും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ജെറി പാറ്റേണിലാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ കാഞ്ചീപുരം എന്ന് പറഞ്ഞാൽ ഗോൾഡ് അല്ലേ, ഇപ്പൊ കംപ്ലീറ്റ് മാറി വാട്ടർ ജെറി എന്ന് പറയാം. വാട്ടർ ജെറിയിൽ ഇനിയും കുറച്ചും കൂടെ വരുന്നത് ഇതൊക്കെ വാട്ടർ ജെറി എന്ന് പറയും. ഇതുണ്ടോ, രണ്ടും സിംഗിൾ കളറിൽ വരുന്നത്. ഡിസൈനും സെപ്പറേറ്റ് മീൻസ് ഇത് വേറൊരു ഡിസൈനാണ്, ഇത് വേറെ കാണുമ്പോൾ ഏകദേശം ഒരുപോലെ, വർക്ക് ഡിഫറെന്റ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു നല്ലൊരു റേഞ്ച് തോന്നിക്കും, പക്ഷെ ഇതിന്റെയൊക്കെ വില കേട്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടും. എത്രയായിരിക്കും ഏകദേശം? ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നത് 13 രൂപയ്ക്കുള്ള 13 വെഡിങ്ങിന്. വെഡിങ് ഇത് പുറത്തേക്കൊക്കെ പോകുമ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ടല്ലോ, ഒരു 25-30 പോളിച്ച വരുമല്ലോ അത് ശരിക്കും. കാരണം ഇതുണ്ടോ നല്ലൊരു ബ്രൈഡിന് പറ്റിയ ഒരു സാരി. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഗോൾഡ് കുറച്ചിട്ടാ മതി. അതെ, ഇതിൽ തന്നെ ഉണ്ടല്ലോ അത്യാവശ്യം തിളക്കല്ലേ. ഇത് അത്യാവശ്യം നല്ല തിളങ്ങി നിൽക്കുന്ന ഒരു വാട്ടർ ജെറി എന്ന് പറയും.
ഇതിൽ ഫുൾ ഗോൾഡിൻ്റെ ഒരു വർക്കുള്ളത് കൊണ്ട് സ്വർണ്ണത്തിൻ്റെ ഇത് കുറവ്. പക്ഷെ ചെക്കൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ലല്ലോ, അതാണ് പ്രശ്നം. എന്തായാലും തന്നെ ഡിഫറെൻറ്റ് ഡിസൈൻ ആയിട്ട് വേറൊരു പീസ്. ഇതിപ്പോൾ നമുക്ക് അപ്കമിങ് ബ്രൈഡൽസിന് വേണ്ടി കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഇതുണ്ട്, ഇത് വേറൊരു പാറ്റേണിൽ സെയിം തന്നെ പക്ഷെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഡിസൈൻ. സെയിം ജെറി പാറ്റേൺ ആണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. അതിൻ്റെ ഉള്ളിലത്തെ വർക്ക് ഇതിൽ കുറച്ച് സിൽവർ കൂടുതലുണ്ട്, അതിൽ ഗോൾഡ് കൂടുതലായിട്ട് അങ്ങനെ വരുന്നതല്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ കളേഴ്സ് ചോദിച്ചാൽ ഡിഫറെന്റ് അങ്ങനെ ഉണ്ടാവില്ല. ഈ ഒരു വാട്ടർ ജെറി 2 പീസേ ഉള്ളൂ. അതിന് പിന്നെ കസ്റ്റമൈസ് ചെയ്ത് തരൂല. അത് കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ കളർ കോമ്പിനേഷൻ ഇങ്ങനെ വർക്ക് വേണമെന്നൊക്കെ അതെല്ലാം പറയുകയാണെങ്കിൽ ചിലർക്ക് സ്റ്റോൺ വർക്ക് വേണമെന്ന് പറയും. പിന്നെ ഞങ്ങളുടെ തന്നെ ഡിസൈനിങ് സെന്റർ ഉണ്ട്. ഇനി ഈവൻ ചിലർക്ക് സാരി എടുത്തതിൽ ഫുൾ ഹാൻഡ് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതും ചെയ്ത് കൊടുക്കും. ഓ, ഹാൻഡ് വർക്കും ചെയ്ത് കൊടുക്കാം. ഫുൾ വർക്ക്. ഇതിൽ ഇനിയിപ്പോൾ ട്രഡീഷണൽ ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ വരുന്നുണ്ട്. ഇതിപ്പോൾ സിംഗിൾ ഷെയ്ഡ്. അധികം ചിലവരൊക്കെ റെഡ് വേണമെന്ന് പറയും. റെഡിൽ വേണമെന്ന് പറയുമ്പോൾ ചില്ലി റെഡിൽ സിംഗിൾ കളറിൽ വേണമെന്ന് പറയും അല്ലേ. ചിലർക്ക് നിർബന്ധമാണ് വെഡിങ് ചില്ലി റെഡ് വേണമെന്ന്. റെഡ് എന്ന് പറയുകയാണെങ്കിൽ റെഡിന്റെ പല പല വെറൈറ്റി. റെഡിന്റെ നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഇതിന്റെ കൂടെ വെക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഇതൊരു ചില്ലി റെഡാണ്. ഇതൊരു ബ്രിക്ക് റെഡും ഓറഞ്ചും ഒരു റെഡും മിക്സ് ആയത്. വർക്കും വ്യത്യാസമുണ്ട് കുറച്ച്. ഇത് കണ്ടോ, അതെ. ഇതിലും വേറെ ഒരു പിങ്കില് ഷെയ്ഡിൽ പെട്ടതല്ലേ. കണ്ടോ, അതിങ്ങനെ നോക്കുമ്പോഴാണ് മനസ്സിലാവുക. കളർ കുറച്ച് മാറ്റം ഉണ്ടെന്നല്ലേ. ഇത് വേറൊരു മോഡല്. റെഡിൽ തന്നെ ഇത്ര വെറൈറ്റീസ്. അപ്പോൾ റെഡ് വേണമെന്ന് പറഞ്ഞവർക്ക് വരുമ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക ഇത്ര കളേഴ്സ് റെഡിൽ ഇത്രയും വെറൈറ്റി റെഡ് ഉണ്ടോയെന്ന്. ഇത് കണ്ടോ, ഇത് വെച്ചാൽ ഇതൊരു പുതിയൊരു ട്രെൻഡാണ്. ജസ്റ്റ് ഒരു 1/2 ഇഞ്ചിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ഗ്രീനിൽ വരുന്ന ജസ്റ്റ് ഒരു ബോർഡർ വർക്കായിട്ടാണ് പോവുക. ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിൽ വരുമ്പോൾ കോൺട്രാസ്റ്റ് ഗ്രീൻ ആയിരിക്കും ബ്ലൗസ്. ചെറുതായിട്ട് ഗ്രീനിന്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അല്ലേ. ബ്ലൗസ് വരുന്നത് ഗ്രീൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ ഒരു ബോർഡർ ഉണ്ടോ. ഇതാകുമ്പോൾ ഒരു ട്രഡീഷണലിലേക്ക് നല്ല ഭംഗിയായിരിക്കും. ഇതിൽ ചെറിയ റെഡ് സ്റ്റോണും അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് എല്ലാം ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഇതുപോലെ അതേപോലെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് ചോദിച്ചു വരുവാണെങ്കിൽ കോൺട്രാസ്റ്റിലും വരുന്നുണ്ട്. ഇതൊരു വേറൊരു റെഡ്, അതില് വേറൊരു ഇത് ഒരു മെറൂണിഷ് റെഡ്. മെറൂണിഷ് റെഡിൽ കണ്ടോ നല്ലൊരു ഒരു ഗോൾഡും കോപ്പറും മിക്സ് ആയിട്ട് വരുന്ന ഒരു മാറ്റ് ഫിനിഷിൽ വരുന്ന ചെറിയ പണ്ടത്തെ പോലെ നമ്മളെ തിളക്കുള്ള ഗോൾഡ് അത് ആർക്കും ഇഷ്ടമല്ല. ഇപ്പൊ എല്ലാവർക്കും ഒരു മാറ്റ് ഫിനിഷ്. ഇതൊക്കെ സിംഗിൾ പീസ് കിട്ടൂട്ടോ. സിംഗിൾ പീസാ. പിന്നെ ഡയറക്റ്റ് വരണമെങ്കിൽ വരാം. അത് കൂടാണ്ട് നമുക്ക് ഓൺലൈൻ ആയിട്ടായാലും നമുക്ക് ഇത് മേടിക്കാം. പക്ഷെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു തവണയുള്ളൂ. അപ്പോൾ ഒന്ന് വന്ന് കുറേ ഐറ്റംസ് ഉണ്ട് ഫീൽ ചെയ്ത് നമുക്ക് മേടിക്കാനായിട്ട് അല്ലേ. ശരിക്കും ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. കളക്ഷൻസിന് ഹാൻഡ് പിക്കാണ്. നമുക്ക് നേരത്തെ കുറേ ബ്രൈഡൽ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അതെ അതെ. ഇത് ഗ്രീനില്ലേ, ഗ്രീനും ബ്ലാക്ക് എന്തോ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആയത്. ഇതുണ്ടോ ഡാർക്ക് ബോട്ടിൽ ഗ്രീനില് റെയർ ആയിട്ട് ചിലർക്കെല്ലാം നമ്മൾ വിചാരിക്കാത്ത കോമ്പിനേഷനും കളേഴ്സ് ആയിരിക്കും ഇഷ്ടപ്പെടുക. ഇതുണ്ടോ ഗ്രീനൊക്കെ പറയുമ്പോൾ എപ്പോഴും നല്ല കളർ തന്നെയല്ലേ. ചിലർ കളർ ചോദിച്ചു തന്നെ വരും. ഇത് ബ്ലൗസ് പീസ് ഇത് വരും. ഇതില്ലേ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇതില്ലേ ഓക്കെ. ഗ്രീൻ മാത്രമാണെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിൽ ഇതൊക്കെ ഏകദേശം എത്ര റേഞ്ച്? ഇതെല്ലാം ഒരു എല്ലാം ഇൻ ബിറ്റ്വീൻ 10 to 20 അതിൻ്റെ ഇതിൽ ഇടയിൽ കാണിക്കുന്നത് ഇപ്പോൾ കാണിക്കുന്നത്. ഓക്കെ. പിന്നെ ചിലർ വരുന്ന ചോക്ലേറ്റ് കളർ അതൊക്കെ റെയറാണ്. കാരണം വെച്ചാൽ നമ്മൾ വിചാരിക്കും ചിലർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടുമോന്ന്. പക്ഷെ ചില ബ്രൈഡൽസൊക്കെ ഇത് ചോദിച്ചു വരും ചോക്ലേറ്റ് കളർ ഉണ്ടോ. ഇത് കണ്ടോ നല്ലൊരു ഷെയ്ഡാണ് ഇത്. അതെ. പക്ഷെ അതങ്ങനെ ആരും സ്റ്റോക്ക് ചെയ്യില്ല. കാരണം ഇപ്പോഴത്തെ ഒരു ന്യൂജൻ കുട്ടികൾക്ക് കളർ തന്നെ നമ്മൾ വിചാരിക്കാത്തൊരു കളർ കോമ്പിനേഷൻസ് ഒക്കെയാണ്. ഇതൊന്നും ആരും എക്സ്പെക്ട് ചെയ്യില്ല. ഒരു 1 വീക്ക് മുമ്പ് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് കളർ ഉണ്ടോയെന്ന് വെച്ചിട്ട് വന്നിരുന്നു. ഓ ഡാർക്ക് ചോക്ലേറ്റ് കളർ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാതെ. പക്ഷേ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഇതാ കാണിച്ചു തരാം. അപ്പോൾ ആ കുട്ടി എടുത്തത് അതിൻ്റെ ഒരു ചോക്ലേറ്റിൽ വേറൊരു ഷെയ്ഡ് ഇതുണ്ടോ. ഇതിൽ പെട്ട ഒരു ചോക്ലേറ്റ് ഷെയ്ഡാണ് ആ കുട്ടി എടുത്തത്. അതിന് ശേഷം നമ്മൾ അങ്ങനത്തെ വെറൈറ്റി അത് നമുക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത കളേഴ്സും ഞങ്ങൾ എടുത്തു തുടങ്ങി. പിന്നെ കസ്റ്റമൈസ് ചെയ്യൂല. അപ്പോൾ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ എത്ര ദിവസം പിടിക്കും? അത് നല്ല ഹെവി ടൈപ്പ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അധികം റെയർ ആയിട്ടുള്ള കോമ്പിനേഷൻ ഒക്കെ ആണെങ്കിൽ ഒരു 1 month എങ്കിലും എടുക്കും. 1 month അല്ലെങ്കിൽ 1.5 months ഒക്കെ എടുക്കും. നല്ല റെയർ ആയിട്ട് എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ പ്രത്യേകത മുൻകൂട്ടി നമ്മൾ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നേരത്തെ തൊട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നു. ഇതൊക്കെ നല്ലൊരു കോഫി ബ്രൗണും
ചോക്ലേറ്റ് കളർ മിക്സ് ആയിട്ട് വരുന്ന കളറാ, സിംഗിൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് അല്ല. രണ്ടും കൂടി മിക്സ് ആയിട്ട് വരുന്നത്. പിന്നെ ഇതിന്റെ ഈ ഒരു ജെറി ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇല്ലാതെ നോക്കുമ്പോൾ കണ്ടോ മാറ്റ് ഫിനിഷിൽ നല്ലൊരു ആന്റിക് ടൈപ്പിൽ വരുന്നത്. സട്ടലായിട്ട് ഇങ്ങനെ നിൽക്കണം, വല്ലാണ്ട് അങ്ങനെ തിളക്കം കൂടാത്ത രീതി. ഇതൊക്കെ ഒരു 16 റേഞ്ചിൽ വരുന്നതാ. ബ്രൈഡലിനെ പറ്റിയിട്ടല്ലേ. പ്യുവർ കാഞ്ചീപുരത്തിൽ വരുന്ന സാരിയാണ് ഇത്. സിംഗിൾ ഷെയ്ഡിൽ കേട്ടോ, സിംഗിൾ ഇതില് ഏതാ വരുന്നത്. ഇതാണ് ബ്ലൗസ് വരും. ബ്ലൗസ് അല്ലേ ഈ പോർഷൻ. ഓക്കെ. ഇപ്പോൾ സാരീസിൽ ബ്രൈഡിന് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. വെറൈറ്റീസ് ഉണ്ട്. ഇനിയിപ്പോൾ ക്രിസ്ത്യൻ ബ്രൈഡിന് വേണമെന്നുണ്ടെങ്കിൽ പേസ്റ്റൽ കളറിൽ വരുന്നത് സിൽവർ വേണം. ഇതൊക്കെ ക്രിസ്ത്യൻ ബ്രൈഡ്. മുമ്പൊക്കെ എന്ന് വെച്ചാൽ തനി ഓഫ് വൈറ്റ്, അതെ, അല്ലെങ്കിൽ വൈറ്റ് എടുത്തു. പ്യുവർ വൈറ്റിലൊക്കെ. ഇപ്പം കാഞ്ചീപുരത്തിൽ തന്നെ എല്ലാവരും പേസ്റ്റൽ ഷെയ്ഡാണ് ക്രിസ്ത്യൻ ബ്രൈഡിന് പോകുന്നത്. ഇതെല്ലാം പോകും. ഇതൊക്കെ ലേറ്റസ്റ്റ് കളക്ഷനിൽ വന്ന ക്രിസ്ത്യൻ ബ്രൈഡിന് വേണ്ടിയിട്ടുള്ളത് പേസ്റ്റൽ കളറിൽ. ഇതുണ്ട്. ഇപ്പൊ എല്ലോ ഒക്കെ നന്നായി ട്രെൻഡ് ആയി തുടങ്ങിയിട്ട്. അതാ അതും ഓറഞ്ച് ഇതൊക്കെ നന്നായി ട്രെൻഡായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ക്രിസ്ത്യൻ ബ്രൈഡിന് പോകുന്ന കളേഴ്സാ. ഇതുണ്ടോ ലൈറ്റ് ലാവെൻഡർ ഷെയ്ഡ്. ലാവെൻഡർ ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഉള്ളിൽ നിറച്ച് ഇങ്ങനെ പ്ലെയിൻ ടിഷ്യൂന്റെ ആ ഒരു ഇതുപോലെ. അതെ അതെ. അതില് ലൈറ്റ് ഓനിയൻ പിങ്കിൽ വരുന്നത്. ഇതൊക്കെ ഓരോ ആളുടെ ഇഷ്ടമാണ് കളർ. നമ്മൾ പ്രതീക്ഷിക്കില്ല വെഡിങ്ങിൽ ഇങ്ങനത്തെ കളേഴ്സ് എടുക്കുമെന്ന്. ഇതൊക്കെ വെഡിങ്ങിൽ പോലെ. ഇത് ടിഷ്യൂ കാഞ്ചീപുരത്തിൽ വരുന്നത്. അല്ല, ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ, ഓരോരുത്തർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത്. അപ്പൊ അതിനുള്ള എല്ലാം റയർ കളേഴ്സ് ആണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത് മൊത്തം. ഇതും ക്രിസ്ത്യൻ ബ്രൈഡിന് പറ്റിയത്. ഇതൊക്കെ ലൈറ്റ് ബ്ലൂലാണ്, അതിൽ സിൽവറുടെ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് ഫുൾ. ഇതൊക്കെ കാഞ്ചീപുരത്തിൽ വരുന്നതല്ലേ? അതെ, പ്യൂർ എല്ലാം കാഞ്ചീപുരത്തിൽ വരുന്നത്. ഇതൊക്കെ ആ ഒരു 20യുടെ ഉള്ളിൽ നിൽക്കുന്ന, 20ന്റെ ഉള്ളിൽ നിൽക്കുന്നതാണ് കേട്ടോ. ഇത് അതിൽ തന്നെ ഡാർക്ക്, നേരത്തെ കണ്ടതിൻ്റെ തന്നെ നമ്മൾ സിൽവറിൽ ഡാർക്ക് ബ്ലൂ കേട്ടോ. നേരത്തെ കണ്ടത് ലൈറ്റ് ബ്ലൂ ആയിരുന്നു. ഇതൊക്കെ ക്രിസ്ത്യൻ ബ്രൈഡ്. അതുപോലെ തന്നെ ചിലർ ഹിന്ദു ബ്രൈഡ് തന്നെ തലേ ദിവസം അല്ലെങ്കിൽ റിസപ്ഷനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനത്തെ കളേഴ്സ് എടുക്കും. സിൽവർ ടൈപ്പിൽ ഗോൾഡൻ എടുക്കുന്നതിന്, ഗോൾഡൻ പിറ്റേ ദിവസത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം തലേദിവസം സിൽവർ നല്ല അങ്ങനെ. ഇതൊക്കെ ഏകദേശം ഒക്കെ റേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 20ക്ക് അടുത്ത് വരും. 20. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഇത് ഗോൾഡൻ ഡാർക്ക് ചിക്കു ആണ്. ഡാർക്ക് ചിക്കുല് ഗ്രീൻ അല്ലേ, ബോട്ടിൽ ഗ്രീൻ. ആ ഒരു ഷെയ്ഡ് നല്ല വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഫുൾ ഇപ്പൊ കാണിക്കുന്നത് കാഞ്ചീപുരം. ഫുൾ കാഞ്ചീപുരമാണ് വെഡിങ് കളക്ഷനിൽ വരുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ട് ഡാർക്ക് ബോഡി കുറച്ച് ലൈറ്റ് ഷെയ്ഡ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഡാർക്ക് കോമ്പിനേഷനിൽ ഇത് വരും. പല്ലു പോർഷൻ, ഇതിൽ ബ്ലൗസ് പീസ്. ഇതാണ് ബ്ലൗസ് വരുന്നത്. ഈ പോർഷൻ ഇതാണ്. നമുക്ക് വർക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചിലർക്ക് വർക്ക് താല്പര്യമില്ലെങ്കിൽ ഈ ബ്ലൗസ് തന്നെ ഫുള്ള് വർക്കോട് കൂടിയിട്ട്, ഹെവി വർക്കോട് കൂടിയിട്ടാണ് വരുന്നത് അല്ലേ. പിന്നെ ഇവിടെ കുറെ ഇരിക്കുന്നത് കവറിലിരിക്കുന്നതൊക്കെ 1 ഗ്രാം 2 ഗ്രാം ഗോൾഡിൽ വരുന്നതാ. ഓ, അങ്ങനെയുണ്ടല്ലേ. 1 ഗ്രാം 2 ഗ്രാം ഗോൾഡ് പ്ലേറ്റഡ് സാരീസ്. അപ്പൊ അത് ഇത് 2 ഗ്രാം ഗോൾഡ് പ്ലേറ്റ് ആണ്. ഇതുണ്ടോ 2 ഗ്രാമിന്റെ ഗോൾഡ് പ്ലേറ്റ് സാരി. യെസ്. ഇതൊക്കെ നമ്മൾ അത്ര ക്ലോത്ത് ബാഗിലൊക്കെ ഇട്ടിട്ട് വെക്കണം. അതെ, അത്രയും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ആ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട്. അതെ, പക്ഷെ ഇതൊക്കെ തേടി വരാറുണ്ട്. അല്ല, ഉണ്ട്, ഇപ്പൊ ഉണ്ട്. കറക്റ്റ് മനസ്സിലാവണമെങ്കിൽ നമ്മളെ നോർമൽ ജെറി വെച്ച് നോക്കുമ്പോൾ പിടികിട്ടും. അല്ലെങ്കിൽ നമ്മളുടെ ഗോൾഡൻ റിംഗ് ഉണ്ടല്ലോ, ഇതുണ്ടോ, ഇത് വെക്കുമ്പോൾ അത് സെയിം ഷെയ്ഡ് ഉണ്ടോ, സെയിം ആയിട്ട് വരും. ഏകദേശം ഒരു സെയിം ഇതിൽ തന്നെ കണ്ടോ, ഗോൾഡിന്റെ സെയിം ആയിട്ട് വരും. അങ്ങനെ എടുത്ത് നോക്കുവാണെങ്കിൽ ഇത് കാരണം ചിലരൊക്കെ വന്ന് ചോദിക്കുന്നത് ഏതാണ് 2 ഗ്രാം 1 ഗ്രാം. പിന്നെ ഇതിന് റീസെയിൽ വാല്യൂം കൂടി ഉണ്ട്. നമ്മളിപ്പോ സെയിൽ ചെയ്യണ സമയത്ത് അതിന്റെ ഒരു വാല്യൂം കൂടി നമുക്ക് കിട്ടും, നോർമൽ സാരി മേടിക്കുന്നേക്കാളും വിട്ടിട്ട്. 2 ഗ്രാം അല്ല, ജസ്റ്റ് ഡിസൈൻസ് എല്ലാം സിംഗിൾ ഷെയ്ഡാണ്. ഇത് കോൺട്രാസ്റ്റിൽ ഒന്ന് വരും. പിന്നെ വരുന്നത് ഇതും 2 ഗ്രാം ഗോൾഡ് പ്ലേറ്റഡിൽ വരുന്നതാണ്. ഒരു പിങ്കിലല്ലേ. പിങ്ക് കണ്ടോ, ഇതെല്ലാം നല്ല. കാരണം കണ്ണൂരൊക്കെ ഇത് റെയറാണ്. അതെ, ശരിക്കും ഇങ്ങനത്തെ സാരീസ് എല്ലാം തേടിയിട്ട് ആൾക്കാർ പല സ്ഥലത്തേക്കും പോകും. കണ്ണൂരിൽ, കാഞ്ചീപുരത്തേക്കും അവിടെയൊക്കെ പോകും. ശരിക്കും കണ്ണൂരിൽ തന്നെ എല്ലാം ഉണ്ട്. ഇവിടെ അങ്ങനെ അധികം കടകളില്ല തോന്നുന്നുണ്ട് ഇങ്ങനെ വെഡിങ് സാരീസിനൊക്കെ വേണ്ടിയിട്ടില്ല. ഇത്ര ഹാൻഡ് പിക്ഡ് ഇല്ലാന്ന് തന്നെ പറയാം. ഹാൻഡ് പിക്ഡ് വെഡിങ് സാരീസ് വെച്ചാൽ അങ്ങനെ ആരും റിസ്ക് എടുക്കാൻ നിൽക്കൂല. കാരണം ഹാൻഡ് പിക്ക് ആയിട്ട് നമ്മൾ നോർമൽ ടൈപ്പുള്ള സാധനങ്ങളൊക്കെ എടുക്കും. പക്ഷെ വെഡിങ്ങിൽ ഹാൻഡ് പിക്ക് എടുക്കാൻ പറഞ്ഞാൽ റിസ്ക് ആണിത്. ഇതിൻ്റെയൊക്കെ സിംഗിൾ ഷെയ്ഡ് എടുക്കുമെന്ന് പറഞ്ഞാൽ അത്ര ഉണ്ടോ. ഇതിൻ്റെ റയർ കളർ അല്ലേ. ഇതൊക്കെ 2 ഗ്രാം ഗോൾഡിൽ വരുന്ന
ഇതുണ്ടോ ഫുൾ ഇങ്ങനെ ഗോൾഡിൽ ഇങ്ങനെ സട്ടലായിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡ് കേട്ടോ. ഒരു പിങ്കിൽ തന്നെ ഒരു പ്രത്യേക ഒരു റയർ കളർ തന്നെ പറയാം. ആ ജെറി വരുമ്പോഴേക്കും ആ കളറിലേക്ക് വരുന്ന ഒരു വ്യത്യാസം. ഇതാണ് ഉൾപോഷൻ വരുന്നത്. ഇതാണ് ഉൾപോഷൻ വരുന്നത്, ഫുൾ വർക്ക് ഉള്ളത്. ഇത്രയും വർക്ക് കയറുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഗോൾഡൻ ഷെയ്ഡിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ശരിക്കും ആ ക്രിസ്ത്യൻ ബ്രൈഡിനൊക്കെ നന്നായിട്ട് പോകുന്ന ഐറ്റം. നല്ല ഇത്രയും വർക്ക് കയറുന്നുണ്ട് അല്ലേ. ഇതിന് കൂടെ സ്വർണം കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ അങ്ങോട്ട് തിളങ്ങി നല്ല വർക്കായിട്ടുണ്ട് കേട്ടോ. ഇത് മൊത്തത്തിൽ ബോർഡറും ഉണ്ട് നന്നായിട്ട്. അപ്പൊ ഗോൾഡായി, സിൽവറായി, ഇങ്ങനെ. ഇത് 2 ഗ്രാമിന്റെ തന്നെ അല്ലേ. നമ്മളെപ്പോഴും നമ്മൾ വെഡ്ഡിങ് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 6 months ആവുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് നല്ല ആൾക്കാർ വരുന്നുണ്ട്, മീൻസ് നമ്മളുടെ വ്ളോഗ്സ് ഒക്കെ കണ്ടിട്ട്. അതിനെ കുറിച്ച് പറയുമ്പോഴാണ് എന്താ യൂട്യൂബ് ചാനലിന്റെ പേര്? ലാവിസ് തന്നെ, ലാവിസ് ഡിസൈൻ തന്നെ പേര്. യൂട്യൂബ്, ഇൻസ്റ്റാ, ഫേസ്ബുക്കിൽ 3ലും ഉണ്ട്. അതിൽ ഡെയിലി ഇങ്ങനെ ഡെയിലി ഒരു വീഡിയോ വെച്ചിട്ട് പോസ്റ്റ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ വെഡ്ഡിങ് കളക്ഷനൊക്കെ സിൽക്കിലൊക്കെ ലേറ്റസ്റ്റ് വരുമ്പോൾ നമ്മൾ വ്ളോഗ്സ് ആയിട്ടൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ അത് സെയിലായി പോകും. അപ്കമിങ് ബ്രൈഡൽസ് എന്ന് പറയുമ്പോൾ തന്നെ ബ്രൈഡൽ ആൾക്കാരൊക്കെ വരും നോക്കി. നമുക്ക് വ്ളോഗെല്ലാം കണ്ടിട്ട് മലപ്പുറം, തൊടുപുഴ, തൃശ്ശൂർ എന്നൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് സന്തോഷം. കാരണം അല്ല, എത്ര ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ തേടി വരാന്ന് പറയുമ്പോൾ തേടി വരുമ്പോൾ അവർക്ക് ഒരു നഷ്ടം അവർ ചിന്തിക്കണം. ചിലരേക്ക് ഇത്ര ദൂരം നിന്ന് വന്നാൽ നമുക്ക് ഉദ്ദേശമായിട്ട് ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ടായിരിക്കും. പക്ഷെ നമ്മൾ അത്ര ഒരു ഗ്യാരണ്ടി കൊടുക്കുവാണ്. പിന്നെ വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്. ആദ്യം വീഡിയോ കോൾ ചെയ്തിട്ട് നമുക്ക് നോക്കിയിട്ട് പിന്നെ വേണമെന്ന് ചെയ്തെന്ന് നോക്കിയിട്ട് എടുക്കാമല്ലോ. പിന്നെ ഒന്ന് സമാധാനമായി കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് നമുക്ക് വേണമെങ്കിൽ വരാം. ശരിയാ, ചിലവരൊക്കെ ഒരു ഡൗട്ടാണ്, അത്യാവശ്യം വീഡിയോ കോൾ വിളിച്ചിട്ട് എല്ലാം കാണിച്ചു തരാൻ പറയും. അല്ല, അതൊരു തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. അവിടെ ഉണ്ടോ കളക്ഷൻ എന്ന് അറിയണ്ടേ. ഇത് നല്ല അടിപൊളിയാട്ടോ. ഒരു 2 ഗ്രാമില് 2 ഗ്രാമില് തന്നെ സെലക്ട് ചെയ്യാൻ പാകത്തുള്ള അത്രയും ഐറ്റംസ് ഉണ്ടാവും. 2 ഗ്രാമില് ലാസ്റ്റ് വരുന്നത് അല്ലേ? 2 ഗ്രാം. 8 ഗ്രാം വരെ വരുന്നുണ്ട്. അത് വേണമെന്ന് വെച്ചാൽ പറയുകയാണെങ്കിൽ നമുക്കത് ചെയ്ത് തരും. അതെ 8 ഗ്രാം. അത് എങ്ങനെ പ്യുവർ ഗോൾഡ് വേണമെങ്കിലും അതും റെഡി. കാരണം നമ്മളത് വാങ്ങി വെക്കുന്നത് റിസ്ക് ആണ്. കസ്റ്റമറിന്റെ എൻക്വയറി അനുസരിച്ച് നമ്മൾ എല്ലാ ടൈപ്പും കൊണ്ടുവരും, ചെയ്ത് കൊടുക്കുന്നില്ല. ഓക്കെ. അതിനനുസരിച്ച് നമുക്ക് ഏത് കളർ, പിന്നെ ആ കളർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് മുന്താളിയിൽ ഈ കളർ വേണേൽ നമുക്ക് ബോഡിയിലേക്ക് ഈ കളർ വേണ്ടതെന്ന് അതൊക്കെ നമുക്ക് പറയാം. അതിനൊരു കളർ ചാർട്ട് തന്നെ ഉണ്ട്. ആ കളർ ചാർട്ട് നോക്കിയിട്ട് അങ്ങോട്ട് ചൂസ് ചെയ്തിട്ട് അത് പറയുകയാണെങ്കിൽ ഇന്ന ഡിസൈൻ ഉള്ളിൽ വേണം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ചെക്കൻ്റെ ഡ്രസ്സിൻ്റെ കളർ ഇതാണ്, എനിക്ക് ഈ കളറിൽ മാച്ചിങ് ഒരു സ്ഥലത്തും സാരി കിട്ടിയില്ലെങ്കിൽ ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാനും പറ്റും. ഇപ്പോൾ റേഞ്ച് പറയുകയാണെങ്കിൽ ഏകദേശം നല്ല ബ്രൈറ്റ് ആയിരിക്കണം, നല്ല ഹെവി ലുക്ക് ആയിരിക്കണം. പക്ഷെ ഞങ്ങൾക്ക് ഇത്ര റേറ്റ് വരെ പോകാൻ പറ്റും എന്ന് പറയണമെങ്കിൽ പ്യുവർ ആയിരിക്കില്ല, കുറച്ച് സെമി സിൽക്ക് ആയിരിക്കും. മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് അതും ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ. പിന്നെ കുറച്ച് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് 1 ഗ്രാമിൽ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നില്ല, ഓഫ് വൈറ്റ് അതിലൊക്കെ വരുന്നത്. ഇതാണോ? അതും വരുന്നുണ്ട്. പ്ലസ് ഒരു നമുക്ക് കേരളയിൽ അധികം കിട്ടാത്തൊരു കണ്ടോ കളർ. മെയിനായിട്ട് ഈ ഹൈദരാബാദ്, തമിഴ് അവരുടെ ഒരു, നിങ്ങളധികം ഈ ഫേസ്ബുക്കിലും റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ കളേഴ്സൊക്കെ. അതെ, കണ്ടോ നല്ല ഇതൊക്കെ ഡിസൈനർ കാഞ്ചീപുരത്തിൽ വരുന്നത്. പക്ഷെ നല്ല ഭംഗിയായിരിക്കും ഉടുത്ത് വരുമ്പോഴാണ് നല്ല ഭംഗിയായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ ട്രൈ ചെയ്യാനാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ നോർമൽ കാണുന്ന സാരീസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് പിടിക്കുക. ഇതുണ്ട്, ഇതൊക്കെ എത്ര അടിപൊളിയല്ലേ. അപ്പോഴെല്ലാം ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുള്ള ഒരു ദിവസത്തേക്ക് എല്ലാവരും മറൂൺ, റെഡ്, ഗ്രീൻ ഒക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും അങ്ങനത്തെ കുറേ വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ വരുന്ന ബ്രൈഡൽസിനൊക്കെ കാണിക്കുമ്പം ന്യൂജൻ കുട്ടികൾക്കൊക്കെ നല്ല, പക്ഷെ എപ്പോഴും നമ്മൾ കണ്ടുള്ള കളേഴ്സ് ഒന്ന് മാറി പിടിക്കണം. അത് തന്നെയാണ് ഞാനും പറയണത്. എന്നാലാണല്ലോ റയറായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അതില് ഇതാ, ഇതില് ഗോൾഡ് യെല്ലോ ഷെയ്ഡ്. ഇത് 1 ഗ്രാം ഗോൾഡിൽ വരുന്നതാ. 1 ഗ്രാം ഗോൾഡില് ഫുൾ വർക്കാണല്ലേ. ഇത് കണ്ടോ? ഇതില് നിറയെ വർക്ക് ഉണ്ടല്ലേ. എനിക്ക് പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടം പട്ടിന്റെ കളക്ഷനാണ്. എനിക്ക് പട്ട് സാരി കളക്ട് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് അന്നത്തെ ദിവസം നല്ലൊരു എനർജി ആയിരിക്കും സെലക്ഷന് പോകുമ്പോൾ. അല്ല, പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവം നല്ലൊരു പോസിറ്റീവ് വൈബാണ്. ഈ ഒരു സെക്ഷനിൽ നിൽക്കുമ്പോൾ നമുക്കൊരു, കാരണം പട്ട് എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവാണ് ശരിക്കും പറഞ്ഞാൽ. നോക്കിയാൽ അടിപൊളിയല്ലേ. അതെ, ഫുള്ള ഒരു ഗോൾഡില് യെല്ലോയില് ഫുൾ ഇങ്ങനെ വർക്ക് വന്നപ്പോഴേ നല്ല രസമായിട്ടുണ്ട് അത് കാണാൻ.
പിന്നെ റേഞ്ച് വൈസ് നോക്കുമ്പോൾ ലാസ്റ്റ് എത്ര വരെ പോകും? 1 lakh വരെ? 1 lakh. ഇപ്പോൾ നമ്മൾ അറ്റ് പ്രസന്റ് 1 lakh വരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ആ കസ്റ്റമേഴ്സിന്റെ ആ ഒരു ഇതനുസരിച്ചിട്ട് എല്ലാ ടൈപ്പും ഇപ്പൊ നമുക്ക് 10 ലക്ഷം വരെ കിട്ടേണ്ട സാരീസ് ഉണ്ട്. അത് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ പറയും. ഇപ്പം ഞങ്ങൾക്ക് 50,000 മതി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് 30,000 മതി എന്ന് പറയാം. അതിനനുസരിച്ചിട്ടുള്ള ഡിസൈൻസും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അത് ഒന്ന് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരും എങ്ങനെയാണ് വേണ്ട, ഏതാ രീതിയിൽ വേണ്ട എന്നുള്ള രീതിയിൽ അല്ലേ? അങ്ങനെ. പിന്നെ ചിലർക്ക് കളർ ഇന്നിപ്പോൾ മോർണിംഗിൽ വന്ന ഒരു ബ്രൈഡിന് റയർ കോമ്പിനേഷൻ, അത് ഇതുവരെ ആരും ചോദിക്കാത്തൊരു കോമ്പിനേഷൻ ആയിരുന്നു. ഡാർക്ക് പർപ്പിളിൽ പിങ്ക്, ആ കോമ്പിനേഷൻ. അപ്പോൾ അവർ നമുക്ക് പിക്ക് കാണിച്ചത് ഏതോ ഒരു ഫിലിമിലോ എന്തോ ഇട്ടൊരു, എവിടുന്ന് ആ കുട്ടിക്ക് തന്നെയാണ് എവിടുന്നാ കിട്ടിയത് ഫോട്ടോ. പക്ഷെ ആ കുട്ടിക്ക് അത് സ്ട്രൈക്ക് ചെയ്തു. പുള്ളിക്കാരി പറഞ്ഞു അതന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സെർച്ച് ചെയ്തു, കിട്ടി, ഇന്ന് കൊടുത്തു. അപ്പം അതിൻ്റെ ഫോട്ടോ നമ്മൾ അടുത്ത് തന്നെ ഇടാം. വെഡിങ്ങിൻ്റെ ഫോട്ടോസ് കിട്ടുമല്ലോ നിങ്ങൾക്ക്. അപ്പം നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഇതിലൊക്കെ നമ്മൾ പേജസിലേക്ക്, കാരണം കസ്റ്റമേഴ്സ് നമുക്ക് ഇട്ട് തരും ഫോട്ടോസ് വെഡിങ്ങിൻ്റെ എല്ലാം. ഇതും ഒരു പുതിയൊരു ട്രെൻഡിൽ വന്നത് ഫുള്ള് ഗോൾഡൻ ആണ്. ഗോൾഡൻ ടിഷ്യൂല്, ഗോൾഡൻ ടിഷ്യൂ ആണ്. ഗോൾഡൻ വന്നിട്ട് ജസ്റ്റ് ഒരു ഗ്രീൻ കളറിൽ വരുന്ന ഒരു 1/2 ഇഞ്ച് ചെറിയൊരു ബോർഡർ അല്ലേ? ബോർഡർ. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ ബ്ലൗസ് യൂസ് ചെയ്യാം. പക്ഷെ കണ്ടോ, പിന്നെ ബ്ലൗസ് വന്നേക്കണ ഗോൾഡൻ തന്നെ, ഗോൾഡൻ കളർ തന്നെ. ഇതുണ്ടോ, അതൊക്കെ നല്ല ഇതിലല്ല ബ്ലൗസ്. അപ്പോൾ കോൺട്രാസ്റ്റ് ആവൂല? അല്ല, ഇത് സെയിം ആണ്. ഇടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ ഇടാം. പക്ഷെ ഈ ഗോൾഡിന്റെ കൂടെ ഇത് വരുമ്പോൾ ഒരു വെറൈറ്റി, പ്രത്യേക ഒരു ഭംഗിയുണ്ട്. ഒറ്റ ഗോൾഡൻ വരുന്നതിലും കുറച്ചും കൂടെ ഭംഗിയുണ്ടെന്നല്ലേ? ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. ഇതൊരു പർപ്പിള്, വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട. പക്ഷേ അതിൽ കൂടുതൽ ഈ റെഡ് ഗ്രീൻ ഒക്കെയാണ് കണ്ടിരിക്കുന്നത്. ഇത് പർപ്പിളാണ് വരുന്നത്. പർപ്പിളില് അതിൽ തന്നെ ആ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ വരുന്ന ഒരു വീവിങ് പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. ഇതുണ്ട ആ വർക്ക് ചെയ്തിരിക്കുന്ന അതൊരു മുഗൾ ടൈപ്പിൽ വരുന്ന ഡിസൈനാണ്. പ്ലസ് നമ്മളുടെ ട്രഡീഷണൽ മാംഗോ ബൂട്ട ഡിസൈനും ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യിപ്പിച്ചതാണല്ലേ? ഇത് സാധാരണ നമ്മൾ എപ്പോഴും കാണുന്നത് ഓഫ് വൈറ്റ്, റെഡ്, ഗ്രീൻ, മെറൂൺ ആണ്. പർപ്പിളും കൂടെ നമ്മൾ ഇങ്ങോട്ടേക്കാണ്, ഇങ്ങോട്ടേക്ക് നമ്മൾ അധികം കാണാത്ത കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എടുത്തത്. ഇത്തിരി കുറവാണ് ഇങ്ങനെ കളക്ഷൻസ് ഒക്കെ കിട്ടാന്ന് പറയുമ്പോ, അതിലും റയർന്ന് കൊണ്ടുവരാന്ന് പറയുമ്പോ വെറൈറ്റി ആണ്. ഇതാണ് ബ്ലൗസ് പീസ് വരിക, ഈ പോർഷൻ അല്ലേ? കയ്യിലേക്ക് ഇത് സ്ലീവിലേക്ക് ഈ പോർഷൻ വരും കേട്ടോ. ഇതില് വേറെ കളർ ചേഞ്ച് ഉണ്ടോ? ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയില്ല. ഇല്ല, നമുക്ക് ഹാൻഡ് പിക്ക് ആണല്ലോ. ഇല്ല, ഇത് ജസ്റ്റ് സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഹാൻഡ് പിക്ക് ആണല്ലോ, പിന്നെ സിംഗിൾ പീസേ ഉള്ളൂ. ഇത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡ്, നേരത്തെ കണ്ടൊരു കുറച്ച് ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. ഇതെല്ലാം കണ്ടോ, പർപ്പിൾ തന്നെ അല്ലേ? അതിലൊരു ഗ്രീൻ, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് യൂസ് ചെയ്യാൻ നല്ല കംഫർട്ട് ആയിരിക്കും. ഇതൊരു ചെറിയൊരു ബാവഞ്ചി ടൈപ്പ് ബോർഡറിന്റെ സ്റ്റൈലിൽ വരുന്നതാ. ഒരു സൈഡ് അല്ലേ കുത്തണ ഭാഗം, പിന്നെ ഒരു സൈഡ് നല്ല വീതിയിലും പോയിട്ടുണ്ട്. അതെ. അങ്ങനെ വർക്ക് ട്രഡീഷണൽ ആയിട്ട് ഓഫ് വൈറ്റും റെഡിലുള്ളതാണെങ്കിൽ അതും ഉണ്ട്. ഓഫ് വൈറ്റ് റെഡും കൂടിയിട്ടായിട്ട് മിക്സ് ആയിട്ടുള്ളത് അല്ലേ? അത് അധികം ചിലവർ ചോദിച്ചു വരും. എപ്പോഴും എല്ലാവരും മൈൻഡിൽ സെറ്റ് ആയിട്ടിരിക്കുന്ന ഒരു കോമ്പിനേഷൻ. ഓൾറെഡി അത് കാഞ്ചീപുരം എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു കളറല്ലേ? അതെ. ഇതുണ്ടോ, സെയിം ആ ഒരു വർക്കിൽ തന്നെ അല്ലേ? അതിൽ റെഡ് ആണ് വന്നത്. ഇപ്പൊ നമുക്ക് ബുക്കിംഗ് കിട്ടിയ ഒരു പീസ്, ബുക്കിംഗ് കിട്ടിയ നെക്സ്റ്റ് വീക്കിലേക്ക്. അവർക്ക് ഏപ്രിൽ ഫസ്റ്റ് വീക്കിലാണ് വെഡിങ്. നമ്മളെ പർപ്പിൾ കണ്ടിട്ട് അവർക്ക് റെഡ് ആണ് വേണ്ടത്. ഓക്കെ, നമ്മൾ ആ ഒരു റെഡ് കോമ്പിനേഷനിൽ ചെയ്തു കൊടുത്തത്. അപ്പൊ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് വേറൊരാൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ മുൻകൂട്ടി പറയണം. അപ്പൊ ഈ സംഭവം വീഡിയോയിൽ കാണിച്ചാലും കിട്ടാൻ ചാൻസ് ഇല്ല. കിട്ടാൻ ചാൻസ് ഒരു മാസം 1.5 മാസം ടൈമാണ്, 1 month മാക്സിമം. ഓക്കെ, ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇത് അപ്പൊ അതിൽ ഏത് കളറാണ് നിങ്ങളുടെ ആവശ്യം എന്ന് വെച്ചാൽ ആ കളർ നമുക്ക് ചെയ്ത്. ഞങ്ങൾ പർപ്പിളാണ് കാണിച്ചത്, അവർക്ക് റെഡ് കോമ്പിനേഷൻ മതി എന്ന് പറഞ്ഞു. പക്ഷെ നന്നായിട്ടുണ്ട്, നല്ല ഒരു കോമ്പിനേഷൻ. പിന്നെ എല്ലാവരുടെയും മൈൻഡിൽ ഒരു ഇതാണല്ലോ റെഡ്. കല്യാണം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ മൈൻഡിൽ വരുന്നത് റെഡ് ആണ്. പക്ഷെ ശരിക്കും ട്രെൻഡ് മാറി, റെഡിന്റെ ഒക്കെ ഒരു കാലം മാറിക്കൊണ്ടിരിക്കണം. പക്ഷെ എന്നാലും ചിലർക്ക് മനസ്സിലതാണ് അത് കാലം തൊട്ട് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവും ചിലർക്ക്. ഇത് നല്ല ഗോൾഡിൽ വരുന്ന നല്ലൊരു ഗോൾഡ്. കാരണം നമ്മളിപ്പോൾ നേരത്തെ കാണിച്ചതൊക്കെ ഒരു യെല്ലോയിഷ് ഗോൾഡ്, ഇത് വേറെ തന്നെ ഒരു യെല്ലോ ആണ്, മസ്റ്റർഡ് യെല്ലോയിൽ വരുന്ന. അതിൽ സിൽവറിലെ സിൽവറിലാണ് ഫുൾ വർക്ക് വന്നിരിക്കുന്നത് അല്ലേ? അതുപോലെ മുന്താണിയിൽ അത്യാവശ്യം എന്ന് വെച്ചാൽ ഫുൾ ഗോൾഡാണ്. ഫുൾ ഗോൾഡ്. ഇതൊക്കെ ഇട്ട് വരുമ്പോഴേ ഒന്ന് ആലോചിച്ചോക്കെ എന്ത് രസമായിരിക്കും. സ്വർണം കൊണ്ട് പെണ്ണിനെ മൂടിയിരുന്ന് ആ ഒരു ഫീലാണ് നമുക്ക് തന്നെ ഒരു തോന്നില്ലേ? ഇത് ശരിക്കും പെണ്ണ് കൊടുത്ത് വരുമ്പോൾ ആ സ്വർണം കൊണ്ട് മൂടി അതിൻ്റെ കൂടെ ഓർണമെന്റ്സും കൂടി ആയി കഴിഞ്ഞാലോ
പിന്നെ ചിന്തിക്കേ വേണ്ട. ഓർണമെന്റ്സ് കുറച്ചിട്ടാൽ മതി. എന്നാലും പെണ്ണുങ്ങളുടെ വീട്ടുകാരെന്ന് പറയുമ്പോൾ നിറയെ ഇടിക്കൂലോ, അതിന് സാരി മറിഞ്ഞു പോകണ്ട. ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡാണ് കോപ്പർ. നമ്മൾ ഗോൾഡ് എന്നെല്ലാം വിട്ടിട്ട് കുറേ ഇപ്പം കോപ്പറിലേക്ക് ഇത് കണ്ടോ, കോപ്പറിലേക്ക് റോസ് ഗോൾഡ്, കോപ്പർ, ഇതൊക്കെ ഇത് റോസ് ഗോൾഡും കോപ്പറും മിക്സ് ആയിട്ട് വരുന്ന തനി കോപ്പറല്ല. ഇതൊരു റോസ് ഗോൾഡും കോപ്പറും ഡാർക്ക് കോപ്പർ അല്ലാത്ത ഒരു ഇത്. ചിലർക്ക് ലൈറ്റ് കളർ കാരണം ഡാർക്ക് കോപ്പർ ആകുമ്പോൾ നമ്മൾ ഗോൾഡ് മാച്ച് ആവില്ല. അതെ അതെ അതെ, ഇതാകുമ്പോൾ അങ്ങനെ നിൽക്കില്ല, ഗോൾഡ് എടുത്ത് കാണിക്കും ചെയ്യും. ഇത് ക്രിസ്ത്യൻ ബ്രൈഡും ഹിന്ദു ബ്രൈഡും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാരിയാണ് ഇത്. രണ്ടുപേർക്കും കൂടി പറ്റിയിട്ടുള്ളത് അല്ലേ. ഇതൊരു ഫ്ലോറൽ ഡിസൈൻ വരും, ബോഡി ഫുൾ ഫ്ലോറൽ ഡിസൈനിൽ ബാവഞ്ചി ബോർഡറും പിന്നെ ത്രെഡ് വർക്ക് ആ ഒരു വീവിങ് പാറ്റേണിൽ വരുന്ന ബോർഡറാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ വൈറ്റ്, ഇത് നോക്കുകയാണെങ്കിൽ ഓഫ് വൈറ്റ് ആണ് കൂടുതൽ. ഓഫ് വൈറ്റ് കൂടുതലും ആ ജെറി വീവിങ് പാറ്റേൺ കുറവ്. അതുകൊണ്ടാണ് ഇതിൽ നമുക്ക് വൈറ്റ് എടുത്ത് കാണുന്നത്. മറ്റേ കോപ്പർ അല്ല എടുത്ത് കാണുന്നത്. വേണ്ട, ഇത് വൈറ്റ് അതുകൊണ്ടാണ് ഓഫ് വൈറ്റ് എടുത്ത്. ചിലർ ഈ കളർ ഹിന്ദു ബ്രൈഡൊക്കെ ചോദിച്ചു വരും. ഓക്കെ, ഇത് ബ്ലൗസ് ഇതാണ് വരുന്നത്. ബോഡി ഫുള്ള് പല്ലു പോർഷൻ. ഇതിൽ നമുക്ക് പിന്നെ ഏതാ ഇഷ്ടപ്പെട്ടത് നമുക്ക് വല്ലപ്പോഴും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഫോട്ടോസൊക്കെ കാണുകയാണെങ്കിൽ ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. നമുക്ക് ഏത് ഫോട്ടോസ് ഇപ്പോൾ സീരിയലോ സിനിമയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അതാ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി. ഓരോ ആൾക്കാർ സെലിബ്രിറ്റീസ് ഒക്കെ ഇടുന്നതൊക്കെയാണ് ചോദിച്ചു വരും. അപ്പോൾ അതൊക്കെ വലിയ റേഞ്ച് ആയിരിക്കും, ലാക്സ് ഓഫ് ആയിരിക്കും. അപ്പോൾ അവരറിയില്ല ഞങ്ങൾക്ക് ഇതാണ് വേണ്ടത്, പക്ഷെ ഇത്ര ബഡ്ജറ്റ് വരെ പോയാൽ മതി എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ക്വാളിറ്റി സെമി സിൽക്ക് എല്ലാം മതിയല്ലോ, അത്ര ഒരു ഇത് വേണമെന്നില്ലല്ലോ. പിന്നെ ആ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണല്ലോ. അതെ, ഇത് ടിഷ്യൂ കാഞ്ചീപുരമാണ്. ടിഷ്യൂ കാഞ്ചീപുരത്തിൽ കോപ്പർ തന്നെ, ആ ടിഷ്യൂ ചെയ്തേക്കണ കോപ്പറിലാണ്. സാധാരണ നമ്മൾ ടിഷ്യൂ കാഞ്ചീപുരം എന്ന് പറയുമ്പോൾ ഗോൾഡിലാണ് വരിക. ഇതണ്ട, ഇത് ക്രിസ്ത്യൻ ബ്രൈഡിന് അങ്ങനെ. ഇതൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ ചിലപ്പോൾ ബ്രൈഡിൻ്റെ സിസ്റ്റർ, ബ്രൈഡിൻ്റെ ബ്രദറിൻ്റെ വൈഫെല്ലാം ഇങ്ങനത്തെ ടൈപ്പൊക്കെ ഇടുക. ഇത് ഫുള്ള് വെഡിങ് എടുക്കണം നിർബന്ധമൊന്നുമില്ല. ആൾക്കാർക്കും അമ്മയ്ക്കും അങ്ങനെയുള്ളവർക്കും ബ്രദറിന്റെ വൈഫിനൊക്കെ സിസ്റ്ററിലൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ മുമ്പത്തെ പോലെ ഇത്ര റേഞ്ച് ഉള്ളത് ബ്രൈഡിന് മാത്രം അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ കാലഘട്ടം മാറി. പണ്ട് ആയോ 20 രൂപ സാരി ബ്രൈഡിന്, അതിന് താഴെ കണ്ട് 10ന്റെ ഇപ്പൊ അതൊന്നും ഇല്ല. ചിലപ്പോൾ ബ്രൈഡ് ആയിരിക്കും ചെറിയ റേഞ്ചിൽ എടുക്കുക. കറക്റ്റ്. ചിലപ്പോൾ ബ്രൈഡിന്റെ മദർ ആയിരിക്കും അതിനൊക്കെ റേറ്റിൽ എടുത്തിട്ടുണ്ടാവുക. ഒരാളുടെ ആഗ്രഹമല്ല, ചില കളറും ചില സാരി കാണുമ്പം ഉള്ളൊരു ഇഷ്ടമാണ്. പിന്നെ അവര് റേറ്റ് അതെങ്ങനെയാന്ന് നോക്കില്ല. ചില്ലി റെഡ് അങ്ങനെയൊക്കെ കളർ എടുക്കില്ല എന്നുള്ളൂ, ബാക്കിയുള്ള കളേഴ്സ് ഒക്കെ ട്രൈ ചെയ്യും. ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ടല്ലോ ഇങ്ങനെ വെഡിങ്ങിന് മാത്രം. കാരണം വെഡിങ് ഇപ്പം നമുക്ക് ഏകദേശം വെഡിങ് അവർക്ക് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് ചെയ്യണം ഫുള്ള് റൗണ്ട് അടിക്കുക. അത്യാവശ്യം അവരുടെ ലോക്കൽ ഏരിയയിലുള്ള എല്ലാ ഷോപ്സിലും കയറി നോക്കും, എന്നിട്ട് റേറ്റ് അപ്പൊ ഏകദേശം ഐഡിയാസ് കിട്ടും അവര്. ചില ആൾക്കാർക്ക് ഈ ഏരിയ കിട്ടാത്തവര് ട്രെയിൻ കയറി അവിടെ ഇവിടെയൊക്കെ പോകും. പല സ്ഥലത്തും പോയിട്ട് ഏറ്റവും ബെസ്റ്റ് ഏതാണോ അതെടുക്കും. എന്നിട്ട് അവിടെ നിന്ന് കിട്ടാണ്ടപ്പോൾ ലാസ്റ്റ് ഇങ്ങോട്ട് തന്നെ വരും. അതെ, ഇനിയിപ്പോ ഞങ്ങൾക്ക് വെച്ചാൽ സെപ്റ്റംബറിലുള്ള വെഡിങ്ങിന്റെ വരെ എൻക്വയറി ഉണ്ട്. സെപ്റ്റംബറിലുള്ള വെഡിങ്ങിന് ഇപ്പോഴേ വന്നെല്ലാം നോക്കി ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ, ഏതാണ് എന്താണെന്നൊക്കെ ഒരു ഐഡിയ അറിയാനൊക്കെ വരുന്നവരുണ്ട്. അത്രയും ഓരോ ആ ഒരു ഡേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ. അതെ, ഇത് ഓഫ് വൈറ്റും റെഡ് കോമ്പിനേഷനിൽ വരുന്ന വേറത്. ഇതിന്റെ കൂടെ തന്നെ ആ ഒരു ഗ്രീൻ പൈപ്പിങ്ങും ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടതിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലായിരുന്നു. ഇപ്പൊ ഇത് തനി ട്രഡീഷണൽ ടൈപ്പില്. ട്രഡീഷണൽ ഇവിടെ വർക്ക് വന്നത് കറക്റ്റ് ചില്ലി റെഡ് വന്നേക്കുന്നത്. കുറച്ച് ഡാർക്ക് റെഡ്, ചില്ലി റെഡിൽ ഇതാ ഓഫ് വൈറ്റ് കോമ്പിനേഷൻ. ബ്ലൗസ് വരുമ്പോ ചില്ലി റെഡ് തന്നെ. ചില്ലി റെഡ് തന്നെയാണ്. ഓഫ് വൈറ്റിൽ നോക്കുകയാണെങ്കിൽ കുറെ ഓഫ് വൈറ്റ് തന്നെ കുറെ ചെയ്തു. ഇതും ഓഫ് വൈറ്റിൽ തന്നെ. ഇത് ഓഫ് വൈറ്റ് തന്നെ. ഗ്രീൻ ആണ്, ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ. ഇതാണ്ടോ ബോട്ടിൽ ഗ്രീൻ. ഇതൊക്കെ പിന്നെ എപ്പോഴും ട്രെൻഡ് ഉള്ളത് തന്നെയാണ്. അത് ഒരു കാലത്താണ്. പിന്നെ ചിലര് ചോദിച്ചു വരും ഇതുണ്ടോ നല്ല സാരീസ്, നല്ല ഗ്രീനില്. ഗ്രീൻ ഇതാണ് ബ്ലൗസ് പീസ്. ബ്ലൗസ് പ്ലെയിൻ അല്ലേ. ഇതിലാണ് സെയിം വേറെ വർക്ക് ഉള്ളത്. ഇതാകുമ്പോൾ ചെറിയ ബുട്ട വർക്ക് ആണെങ്കിൽ ഇത് കുറച്ച് വ്യത്യാസ വർക്ക് വരുന്നത് അല്ലേ. ഇത് നമുക്ക് ഫിലിം സ്റ്റാർ, തമിഴ് ഫിലിം സ്റ്റാർ ശ്രേയ ഇട്ടിട്ടുള്ള ഒരു റീൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഒരു അവാർഡ് ഫംഗ്ഷനിൽ സെലിബ്രിറ്റി ചോയ്സിൽ വന്ന ഒരു പാറ്റേണാണ്. അത് നമുക്ക് കാണിച്ചിട്ട് തന്നെ കുറേ പേര്. അപ്പം ഞങ്ങൾ ഷോപ്പ് ഇത് വെഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് 6 months ആയി. അല്ല, ശ്രേയയുടെ ആ ഒരു റീൽസ് കാണിച്ചിട്ടാണ് വന്നിരുന്നത്. അവർ ഇതിട്ടിട്ട് ഒരു അവാർഡ് ഫംഗ്ഷനിൽ ഒരു ഫോട്ടോ ഉണ്ട്. അതിൽ നമുക്ക് 5 സാരിയാണ് പോയത്. ഇതിൽ തന്നെ സെയിം തന്നെ 5 സാരി. അവർ റീൽസ് എടുത്തിട്ട് തന്നെ വന്നത്. അങ്ങനെ തന്നെ മതി. സെയിം സാരി ഇതാ, ഇതുണ്ടോ, ഒരു മാറ്റമില്ല. ഒരു മാറ്റമില്ല.
ഞാനത് ഓർത്തില്ലെങ്കിൽ അത് എടുത്ത് വെച്ചിട്ടുണ്ട്, റീൽസിൻ്റെ കയ്യിലുണ്ട്. എല്ലാവർക്കും കാരണം വെച്ചാല് സോഫ്റ്റ് ആണ്. പുള്ളിക്കാരി അവാർഡ് ഫംഗ്ഷനിൽ നല്ല ഹാൻഡ് വർക്ക് എല്ലാം ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരാൾ ഇട്ട് കാണുമ്പോഴാണല്ലോ അതിന്റെ റീൽസ് എടുത്തിട്ടാ വന്നത്. അതിലൊരു കസ്റ്റമർ മലപ്പുറത്തുനിന്ന് വന്നതായിരുന്നു. അവര് ജസ്റ്റ് നമ്മൾ ബ്ലോഗ് ഇട്ടപ്പോൾ ചോദിച്ചു, അത് ഇങ്ങോട്ട് അയച്ചിട്ട് വെച്ച് ഇങ്ങനെ ഉണ്ടോന്ന്. അപ്പൊ ഞങ്ങൾ വേണമെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യാന്ന് പറഞ്ഞു, അങ്ങനെ എത്തിച്ചു കൊടുത്തതാ. അതിൽ സ്ലീവിൽ ഇങ്ങനെ മൊത്തം വർക്ക് ചെയ്യിച്ചിട്ട് അങ്ങനെയാണ് ഹാൻഡ് വർക്ക്. ശ്രേയ ഹാൻഡ് വർക്ക് ചെയ്തിട്ടായിരുന്നു അതിലിട്ടിരുന്നത്. അപ്പോൾ അവർ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുത്ത്. നിങ്ങൾക്ക് ഇവിടെ ഹാൻഡ് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അല്ല, ഞങ്ങൾക്ക് സ്റ്റിച്ചിങ് ഡിസൈനിങ് തന്നെ ഞങ്ങളുടെ തന്നെ വേറൊരു ബ്രാഞ്ച് ഉണ്ട്, ലാവിസ് ബുട്ടിക്ക് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ തൊട്ടടുത്ത 10 minutes വാക്കബിൾ ഡിസ്റ്റൻസ്. ഓക്കെ. അപ്പൊ അവിടെ നമുക്കിപ്പോൾ അത് കൂടാണ്ട് കുർത്തീസ് അത് ഇതെല്ലാം ഉണ്ട്. അപ്പൊ അതിലൊക്കെ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അതൊക്കെ ഇവിടെ ചെയ്തു ഓൾട്ടർ സ്റ്റിച്ചിങ് എല്ലാം. അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ഡിസൈനിങ്, ബ്രൈഡൽ ബ്ലൗസ് ഡിസൈനിങ് എല്ലാം ചെയ്തു കൊടുക്കും. എല്ലാം ബ്രൈഡലിന് ബ്ലൗസിന്റെ ഡിസൈൻസ് എല്ലാം ഡിസൈൻ ചെയ്തു കൊടുക്കും. എന്നുവെച്ചാൽ പുറമേക്ക് പോകണ്ട, എല്ലാതും നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കും. നമുക്ക് ഇവിടുന്ന് ഒരു ബ്രൈഡ് വന്നാൽ അവർക്ക് വേറെ ഒന്നിനും പുറത്ത് അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. വർക്ക് എങ്ങനെ ചെയ്യും എന്താന്നുള്ളതൊക്കെ ചെയ്തു തരും അല്ലേ. ഇത്രയും നല്ല അടിപൊളി വർക്ക് ഉണ്ട്. പിന്നെ ഈ ഒരു കളർ ഒരിക്കലും മായാത്തൊരു കളറാണല്ലോ, എപ്പോഴും കാലാകാലം നിൽക്കുന്ന ഒരു കളർ. ഇതിൽ തന്നെ നോക്കുമ്പോൾ ഇത് വരുന്നത് പീച്ചിൽ സിൽവർ ആണ്. അധികം ഒരു സെക്കൻഡ് സാരി അതുപോലെ തന്നെ ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. നമ്മൾ ആ ഒരു കൺസെപ്റ്റിലാണ് ഞങ്ങൾ എടുക്കുക. സെക്കൻഡ് സാരി, റിസപ്ഷൻ സാരി, എൻഗേജ്മെന്റ് എന്നൊക്കെ. പക്ഷെ പറയാനും പറ്റില്ല, ചില ആൾക്കാർക്ക് മനസ്സിലുടക്കിയ ഒരു മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തത് ആണെങ്കിൽ അവർ അത് തന്നെ ആയിരിക്കും ഇടുക. ഇതിനൊരു ഡയമണ്ട് സെറ്റൊക്കെ ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും, സിമ്പിളായിട്ട്. ഗോൾഡ് മാച്ച് ഉണ്ടാവില്ല ഇതിൻ്റെ കൂടെ. സിൽവറിൽ ഇതിൽ പീച്ചിലല്ലേ. അപ്പൊ ഇത് ഡാർക്ക് ഷെയ്ഡും വരുന്നുണ്ട്. അപ്പൊ അതില് ഇല്ലില്ല, ഇത് പേസ്റ്റലിലാണ് കൂടുതലും വരുന്നത്. ഇതൊരു ഫുൾ സിൽവർ എന്ന് പറയാൻ പറ്റില്ല, സിൽവറും ഗോൾഡും മിക്സ് ആയിട്ട് വരുന്ന ഒരു ഇങ്ങനെ കണ്ടാലും അതിന്റെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ ഒരു കളറാണ്, സിൽവർ അല്ല, രണ്ടും കൂടി മിക്സ് ആയിട്ടല്ല. പിന്നെ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഈ ഷെയ്ഡ് അത് അടുത്ത സാരിക്കുള്ള വീവിങ്ങിന്റെ അത് നമ്മൾക്ക് അറിയാൻ പറ്റുമോ. പേസ്റ്റൽ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ക്രിസ്ത്യൻ വെഡിങ്ങിനൊക്കെ നല്ല ഭംഗിയുണ്ടാവും. അതെ, അതിൽ ഒരു ഗോൾഡ് ഓർണമെന്റ്സിന് പകരം ഡയമണ്ടിലൊക്കെ വരുന്ന സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു ചോക്കർ ചെയിനൊക്കെ ഇടുവാണെങ്കിൽ നല്ല എലഗൻ ലുക്ക് ആയിരിക്കും. ഇതൊക്കെ ബ്രൈഡലിനുള്ളതാണ്. ഇത് കൂടാണ്ട് നമുക്ക് സാധാ സാരീസ് അങ്ങനത്തെയും എല്ലാ ടൈപ്പും ഉണ്ട്. വെഡിങ്ങിന് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് എടുത്തു കൊടുക്കുന്ന ഒരു ബോക്സിലിരിക്കുന്ന സംഭവം. ഇത് നമ്മൾ May 6th ഒരു വെഡിങ് ഉണ്ട്. എറണാകുളത്ത് ഗുരുവായൂരിൽ വെച്ചിട്ടുള്ള വെഡിങ് ആണ്. അതിന് അവര് നേരത്തെ വന്ന് ബുക്ക് ചെയ്തിട്ട് പോയതാ. അവർക്ക് ചില്ലി റെഡ് വേണം നിർബന്ധം. അതില് ട്രഡീഷണൽ ബോർഡർ, ഇത് ട്രഡീഷണൽ വീവിംഗ് പാറ്റേണിൽ വരുന്ന ബോർഡറാ കാഞ്ചീപുരത്തില്. കാഞ്ചീപുരത്തില് ഇത് അവർക്ക് ആ റെഡ് എല്ലാം കണ്ടതിൽ കോർവേപ്പട്ട് ആ ഒരു ടൈപ്പിൽ വരുന്ന ഒരു കോർവേപ്പട്ടാകുമ്പോ ഇതിൽ സെപ്പറേറ്റ് രണ്ട് വീവിംഗ് ആയിട്ട് ഒരുമിച്ച് അങ്ങനെ ജോയിന്റ് ചെയ്ത് വിടുന്നതാണ്. ഇതില് ബ്ലൗസ് വരും. ഇതിൽ അവർ ഹാൻഡ് വർക്ക് എല്ലാം ചെയ്ത് സൈഡ് ബോർഡർ. ഇതാണ് പണ്ട് നമ്മൾ കണ്ടോണ്ടിരുന്ന ഒരു ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് സാധാരണ കാഞ്ചീപുരത്തില് കോർവേപ്പട്ട ആ ഒരു പാറ്റേൺ എന്ന് വേണമെങ്കിൽ പറയാം. അതെ. അപ്പൊ അവർക്ക് ഇത് ബുക്ക്ഡ് ആണ്. അവരൊരു ഹാഫ് പേയ്മെന്റ് തന്ന് ബുക്ക് ചെയ്ത് വെച്ചിരിക്കും. ഓക്കെ. അപ്പൊ ഇനി ബാക്കിയുള്ളത് വന്ന് എടുക്കുമ്പോ ആ ഒരു രീതിയിൽ നോക്കി സെക്കൻഡ് സാരി അതുപോലെ തന്നെ കസിൻസിനൊക്കെ കൊടുക്കേണ്ട സാരീസ് എല്ലാം എല്ലാതും ഇവിടെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇത് അതേ ബോക്സിൽ തന്നെ ചേച്ചിമാര് വെച്ചോട്ടെ. ഇനി ഇതെന്താ സംഭവം? ഇത് ഡിസൈനർ കാഞ്ചീപുരാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മള് ജെറി വീവിങ്ങിന്റെ കൂടെ തന്നെ ത്രെഡ് വീവിങ് ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കണ്ട ഈ ഒരു ഡിസൈൻസ് ഉണ്ടാവും. ഈ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതിന്റെ കറക്റ്റ് വീവിംഗ് പാറ്റേൺ അറിയണമെങ്കിൽ ഇതിന്റെ റിവേഴ്സ് പോർഷൻ നോക്കിയാൽ മതി. കണ്ടോ, ഫുൾ വീവിംഗ് ആണല്ലേ. അതായത് ഈ ഒരു ഗോൾഡൻ ജെറി വീവിങ്ങിന്റെ കൂടെ തന്നെ ഇതുണ്ടാവും, ത്രെഡും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ഗ്രീൻ കളറിൽ പോയിട്ടുള്ളത് ത്രെഡ്, ഡാർക്ക് ബോട്ടിൽ ഗ്രീനിൽ വരുന്ന ഒരു വീവിംഗ് പാറ്റേണിൽ. പല്ലു പോർഷൻ വന്നേക്കുന്നത് ഇതാണ്. പല്ലുല് അത്യാവശ്യം ഡാർക്ക് പർപ്പിളും ചോക്ലേറ്റും മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ്. ഇതുണ്ടോ, ഇതും നല്ലൊരു എന്താ പറയാ എപ്പോഴും കാണുന്ന ഒരു ഷെയ്ഡ് തന്നെ. പക്ഷെ ഉള്ളിലത്തെ റയറായിട്ട് വന്നിട്ടുള്ള ആ ഒരു ട്രഡീഷണൽ രീതിയിലാവും ചെയ്തു. അങ്ങനെ കുറച്ച് വർക്കായിട്ട് വരുന്ന ഒരു കളക്ഷൻ. സെയിം തന്നെ വീവിംഗ് പാറ്റേൺ ആണ്, പക്ഷെ ഡിഫറെന്റ് ഡിസൈൻ. അതായത് ഇപ്പൊ അത് സിംഗിൾ പീസ് മാത്രമായിരിക്കും. ഇത് വരുന്നതും സെയിം തന്നെ ആ ഒരു വീവിംഗ് പാറ്റേൺ. ഡാർക്ക് പിങ്ക് ആണ് വരുന്നത്. ഡാർക്ക് പിങ്കില് ഗോൾഡിന്റെ ഡാർക്ക് പിങ്ക്. ഇതിലും സെയിം ആ ഒരു ഗ്രീൻ ത്രെഡ് പോയിട്ടുണ്ട്, പക്ഷെ ഡിസൈൻ വേറെയാണ്. കണ്ടോ, സെയിം തന്നെ ആ ഗ്രീൻ ത്രെഡ്. ഡിസൈനർ കാഞ്ചീപുരം എന്ന് പറയതില്. അതെ. പക്ഷെ പല്ലു പോർഷനിലേക്ക് വരുമ്പോൾ ഫുൾ ഗോൾഡ് ആയിരിക്കും. ബോഡിയിലാണ് ആ ഒരു ഗ്രീൻ ടച്ച് വരിക. ബ്ലൗസ് വരുന്നത് ഗ്രീൻ വന്നിട്ട് നല്ല പിങ്ക് അല്ലേ, നല്ല പിങ്കിൽ വരുന്നത്.
നല്ല പിങ്ക്. അപ്പോൾ പിങ്ക് വേണ്ട, ഇനിയിപ്പോൾ ബ്ലൂ, ഒരു പീകോക്ക് ഷെയ്ഡ്. സെയിം പാറ്റേണിൽ തന്നെ ഡിഫറെൻറ്റ് പാറ്റേൺ. ഇതിൽ ബാവഞ്ചി ബോർഡർ സ്റ്റൈലിലാണ് ചെയ്തേക്കണത്. ഇത് കണ്ടോ, നല്ലൊരു പീകോക്ക് ബ്ലൂവും ഗ്രീനും മിക്സ് ആയിട്ട് വരുന്ന ഷെയ്ഡ്. പക്ഷെ ഇതൊക്കെ നല്ല ഇട്ട് വരുമ്പോഴേ നല്ല കണ്ടോ. ഇതിന്റെ മുന്താണി വരുമ്പോൾ ഇതല്ലേ, കാരണം ഇതിന്റെ ബോർഡർ വന്നേക്കണ ബാവഞ്ചി സ്റ്റൈലില്, ഒരു ട്രഡീഷണൽ രീതിയിൽ. പിന്നെ ഡബിൾ ഷെയ്ഡാണ് അത്, പീകോക്ക് ഷെയ്ഡ്. ഗ്രീനും ബ്ലൂവും മിക്സ് ആയിട്ട് വരുന്ന ജെറി വിത്ത് ത്രെഡ് വീവിംഗ് പാറ്റേണിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ ഗ്രീൻ ഇതിപ്പോ പീകോക്ക് ആണെങ്കിൽ ഇതാകുമ്പോൾ ആ സെയിം ഷെയ്ഡിൽ വേണമെങ്കിൽ പറയാലോ. ഇത് സെയിം ഷെയ്ഡ് പറയാൻ പറ്റില്ല. ഇതിൽ നിങ്ങൾ മെറ്റീരിയൽ കണ്ടോ, കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റ് ആണ്. കാരണം ഇതിലെന്ന് വെച്ചാൽ ബാവഞ്ചി ബോർഡർ മാത്രമേ വരുന്നുള്ളൂ, ത്രെഡ് വീവിംഗ് വരുന്നില്ല. ഓക്കെ. ഇത് വേറെ തന്നെ ഒരു സ്റ്റൈലില് കണ്ടോ. ഇത് രണ്ട് ഇതാകുമ്പോ വലിയ വർക്കായി, ഇതാകുമ്പോ കുറച്ചിങ്ങനെ ചെറിയ വർക്കുകൾ വരുന്നത് അല്ലേ. നല്ലൊരു ഇത് മുന്താണില്ലേ, അത്യാവശ്യം വർക്കുള്ളത്. ഒരു പീകോക്ക് ഷെയ്ഡ് തന്നെ പറയാം. മറ്റേത് പക്ക പീകോക്ക് ആയിരുന്നു, പീകോക്ക് ബ്ലൂ. ഇതാകുമ്പോ ബ്ലൗസ് ചെറിയ വീവിംഗ് ആണ് കൂടുതൽ വന്നത്. ഇതാണ് ബ്ലൗസ് വന്നേക്കുന്നത്. ബ്ലൗസ് ഇത് വരും. ഇതൊന്നും ഹാൻഡ് വർക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത്യാവശ്യം തന്നെ ജെറി വർക്ക് എല്ലാം ഫുള്ള് വരുന്ന ഒരു ബോഡി ഫുള്ള് വന്നിരിക്കുന്നത് കണ്ടാ. ഇതൊക്കെ സിംഗിൾ പീസേ ഉള്ളൂ കേട്ടോ, സിംഗിൾ പീസ് ഒറ്റ കളറിലുള്ള. ഇനി കളേഴ്സ് വേണമെന്ന് വെച്ചാൽ വീണ്ടും ചോദിച്ചാൽ മതി. അപ്പൊ ആ രീതിയിൽ നേരത്തെ കാണിച്ചു കുറച്ച് ആ പീക്കോക്കൊക്കെ ഏകദേശം സെയിം വരും, പക്ഷെ ഇതിൽ ഗ്രീൻ കുറച്ച് കുറവാണ്. നേരത്തെ ഗ്രീൻ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പക്ഷെ അത്ര ഇല്ല. കണ്ടാ ചെറുതായിട്ട് ഒരു ഗ്രീൻ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് പിങ്കില്. അത് വീവിങ്ങില് ബാക്ക് സൈഡിൽ ഇനി അറിയാൻ പറ്റുള്ളൂ അതിലുണ്ടെന്നുള്ളത്. ഇങ്ങനെ കാണുമ്പോൾ ആ ഗ്രീൻ ത്രെഡ് വരുന്നുണ്ട്. ഈ അത്ര നേരത്തെ അത്ര വിസിബിൾ ആയിട്ട് കാണൂല. അതന്നെ, അതിൽ തന്നെ ഡിഫറെന്റ് കളർ ഷെയ്ഡ് അല്ലേ ഇത് വരുന്നത്. പക്ഷെ ഇല്ല, ഇത് വരുവാണെങ്കിലും ഇതിന്റെ ബോർഡർ വ്യത്യാസം വന്നു. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം ഉണ്ടാവുന്നല്ലേ. ഹാൻഡ് പിക്ക് ആയിട്ടുള്ള ഐറ്റം ആകുമ്പോൾ അതിനനുസരിച്ചുള്ള ഡാർക്ക് പേർപ്പിൾ ആണ് വരുന്നത്. അപ്പൊ ഇതിൽ വരുമ്പോ വെച്ചാല് ബോർഡർ ഉണ്ടല്ലേ, ഫുൾ ബാവഞ്ചി ബോർഡർ ആയിട്ടാ വരുന്നത്. ഇതുണ്ടോ, സെയിം കോൺസെപ്റ്റില് ബോർഡർ. സപ്പോസ് ചിലർക്ക് അങ്ങനത്തെ ബോർഡർ ഇഷ്ടപ്പെടാത്തവർക്ക് ഈ ബോർഡർ എടുക്കാം. കുറച്ച് കൂടുതൽ ഡാർക്ക് ഇങ്ങനെ. ചിലർക്ക് ഈ ഒരു ബോർഡർ ഭയങ്കര ഇഷ്ടമാണ്, ഗോൾഡൻ ടിന്റ് ഭയങ്കരമായിട്ടും വേണമെന്ന് പറയും, കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നു. ബ്ലൗസ് പീസ് പ്ലെയിൻ വന്നിട്ട് ഇതാണ് ബോർഡർ വരും. ബോഡി ഫുള്ള് വന്നിരിക്കുന്നത് ഇതാണ്ടോ, ഈ ഒരു ഡിസൈൻ ഇങ്ങനെയല്ലേ. എല്ലാ വെറൈറ്റീസും ഒരു കുടക്കീഴിലുണ്ട്. അത് എല്ലാം റേഞ്ച് 3000 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് പട്ട് സാരിയിൽ. പട്ട് അത് 1 ലക്ഷം വരെ പോകും. ഇനിയിപ്പോ അത് 1.5 ലക്ഷം ആക്കണമെങ്കിൽ ആക്കാം. അത് നമ്മുടെ ബഡ്ജറ്റ് ആണെങ്കിൽ അതും ആക്കാം. റെഡിയാണ്, നിങ്ങൾ എല്ലാവരും വരികയാണെങ്കിൽ നമ്മൾ റെഡിയാണ്. അത് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പൊ ഇത് ഡാർക്ക്, കാരണം ഒരിടയ്ക്ക് പർപ്പിളും ഇപ്പോഴും കുറേ പേര് പേർപ്പിൾ അന്വേഷിച്ച് വരുന്നുണ്ട്. ഗ്രേപ്പ് കളറ്, ക്രിസ്ത്യൻ ബ്രൈഡിൻ്റെ ഒക്കെ ഈ മന്ത്രകോടിയുടെ കളർ അധികം ഗ്രേപ്പ് ആയിരിക്കും. വൈൻ അവർ ചില്ലി റെഡ് അത്ര ഉപയോഗിക്കില്ല, അധികം ഉപയോഗിക്കുന്നവർ വൈൻ, അതുപോലെ തന്നെ പർപ്പിൾ കളറായിരുന്നു മന്ത്രകോടി. അതെ, നമുക്ക് ക്രിസ്ത്യൻ വെഡിങ് എല്ലാവരും അതാ വന്ന് ചോദിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയ ലേറ്റസ്റ്റിൽ വന്നൊരു ബോക്സ് പാറ്റേൺ ആണ്. അതിൽ മൾട്ടി ത്രെഡ് മീൻസ് ഇത് ഡാർക്കും ലൈറ്റ് ഷെയ്ഡിലും വരുന്ന ബോക്സിൽ ഓരോ ഡിസൈനിൽ വരുന്ന ഒരു വർക്കാണ് അല്ലേ. അതിന് മുന്തണിക്കും അത്യാവശ്യം വർക്കാണ്, ബോക്സ് ആയിട്ട് വരുന്നത്. പർപ്പിളിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമ്മൾ എടുക്കുവാണെങ്കിൽ പല ഇത് ഡാർക്ക് പേർപ്പിളാ, തനി ബ്രിഞ്ചോൾ കളർ എന്ന് തന്നെ പറയാം. ഇതിൽ ആൻറ്റിക് ഡിസൈനും വ്യത്യാസമുണ്ട്. ഇതാണ്ടോ, ഒരു ഫ്ലോറൽ ഡിസൈനാണ് വന്നേക്കണേ. ഇതാണ്ടോ, പീകോക്കില്ല, പീകോക്കിന് പകരമായിട്ട് ഡിസൈൻ, ആ ട്രഡീഷണൽ ബൂട്ട മാംഗോ ഡിസൈനും ഫ്ലോറൽ ഡിസൈൻ, പല്ലു പോർഷനിൽ ഫ്ലോറൽ ഡിസൈനും വന്നിട്ട്. ഇത് പർപ്പിൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു വയലറ്റ് ഷെയ്ഡ്. ബ്ലൗസ് വരുമ്പോൾ വയലറ്റ് തന്നെയാവും വരാം കേട്ടോ. ബ്ലൗസ് വന്നേക്കണ പ്ലെയിൻ വന്നിട്ട് ബോർഡറാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബ്രൈഡലിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫുൾ നിവർത്തി കാണിക്കേണ്ടി വരും. ഒത്തിരി കളക്ഷൻ ഉണ്ട്, കാരണം ഇപ്പൊ നിങ്ങൾ നോക്കിയത് തന്നെ എല്ലാം ഡിഫറെന്റ് എന്ന് പറയുമ്പോൾ ഒരു ബ്ലൂല് ഇതുണ്ടോ, ലൈറ്റ് ബ്ലൂവും ഗ്രീനും കൂടിയിട്ട് സീ ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കോമ്പിനേഷൻ. അതായത് ഇങ്ങനെ ഇതൊക്കെ ഒരു റെയർ കോമ്പിനേഷനാണ്. അതെ, ഇതില് ഇതാകുമ്പോ ബ്ലൗസ് പീസ് വരും. ഇങ്ങനെ ഒരു ബ്ലൗസ് പീസ്. ഗ്രീനൊക്കെ നല്ല റയർ സംഭവം. അതില് വൈറ്റ് വരുന്ന ഇതിലും പേർപ്പിൾ ആണ്. പേർപ്പിളില് അധികം പേർപ്പിൾ ആണോ ഫേവറേറ്റ്? ഇല്ല, എന്റെ പീകോക്ക് ബ്ലൂ. അതാ കൂടുതൽ പീകോക്ക് ബ്ലൂ. ഇത് കണ്ട, ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ഇതിലധികം
പ്രത്യേകിച്ച് കരവിരുതൊന്നുമില്ല, സിമ്പിൾ ആയിട്ട്. അധികം ചെറിയ ചെറിയ ഇങ്ങനെ വർക്ക് ബൂട്ട വർക്ക് മാത്രമായിട്ട് പല്ലു പോർഷൻ ബ്ലൗസിലായിട്ട്. ഇത് കോൺട്രാസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതേ സെയിം ഡിസൈൻ തന്നെ കോൺട്രാസ്റ്റിൽ. ഇത് കോൺട്രാസ്റ്റിലാണ് വരുന്നത്. ഡാർക്ക് നേവി ബ്ലൂ ആണ്. ഡാർക്ക് നേവി ബ്ലൂവില് മെറൂൺ കോമ്പിനേഷൻ ആണ്. ഇതണ്ട, ഈവൻ ഹിന്ദു ബ്രൈഡും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ബ്രൈഡും ഒരുപോലെ ഉപയോഗിക്കുന്നത്. പല്ലു പോർഷൻ വരും, പല്ലു, ബ്ലൗസ് പീസ്. ബ്ലൗസ് ഹെവി ആയതുകൊണ്ട് നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അല്ല, അങ്ങനെ വേണമെന്ന് വെച്ചാൽ അത് ഇവിടെ ചെയ്തു തരുന്നുണ്ട്. ഡാർക്ക് നേവി ബ്ലൂ ഹാൻഡ് വർക്ക് ആണെങ്കിൽ ഇവിടെ ചെയ്തു തരും, അതിനും പ്രശ്നമില്ല. ഇത് വരുമ്പോൾ ഇനി പിങ്കില്, ഇത് വരുന്ന ഡാർക്ക് പിങ്ക് ആണ്. പിങ്കിൽ ഒരു നിങ്ങൾ പറഞ്ഞ പോലെ കോവൈ ഡിസൈൻ ടൈപ്പിൽ വരുന്ന കൊറിവപ്പെട്ട്. കൊറിവപ്പെട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് രണ്ടും കൂടിയിട്ട് ജോയിന്റ് ചെയ്യണതാണ് കേട്ടോ കൊറിവപ്പെട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ശരിക്കും കാഞ്ചീപുരത്തിലാണ് മെയിൻ ആയിട്ട് കൂടുതൽ കാണുന്നത്. തമിഴ് ആൾക്കാരാണ് കൂടുതലും വെഡിങ്ങിന് അത് എടുക്കുന്നത്, അതാ ഉപയോഗിക്കണം. കേരളയില് റെയർ ആയിട്ട്. ഇതാണ് പല്ലു പോർഷൻ, ബോഡി ഡിസൈൻ. ഇതിന്റെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ്, ഗ്രീൻ ആണ് ബ്ലൗസ് വരിക. അതിലും ഹാൻഡിൽ വർക്ക് വന്നിട്ടുണ്ട്. ഹാൻഡിൽ ബോർഡർ ഉണ്ട്, ബോഡി ഡിസൈൻ ചെയ്യാവുന്ന ഡിസൈനിൽ വർക്ക് വന്നു. പിന്നെ ഇതും വരുമ്പോൾ കോൺട്രാസ്റ്റ് ആണ്, കോൺട്രാസ്റ്റ് ആയിട്ട് സ്ട്രൈപ്പ് ആയിട്ട് വരുന്ന സ്ട്രൈപ്പ് ആയിട്ട്. കാരണം ഓവർ വർക്ക് ഒന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് പിങ്ക് ഡാർക്ക് പിങ്ക് പല്ലു പോർഷൻ. ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ്, പിങ്കിൽ തന്നെ വരുന്ന ബ്ലൗസ് ആണ്. ഇതാണ് ബ്ലൗസ്. ബോഡി വരുന്നത് ഈ ഒരു മെഹന്തി ഗ്രീൻ എന്ന് പറയാം, ഡാർക്ക് മെഹന്തി ഗ്രീനില് ഫുൾ വർക്ക് വന്നിട്ടുള്ളത്. അത് റോസ് ഗോൾഡും കോപ്പറും മിക്സ് ആയിട്ട് വരുന്ന ഒരു കോപ്പർ അല്ല. ഇത് വരുന്നത് വേറെ ഡിഫറെന്റ് പാറ്റേണില് പീകോക്കിന്റെ കളർ രണ്ടും കൂടിയിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ടിരിക്കുന്നത്. നല്ലൊരു കോമ്പിനേഷൻ അല്ലേ, ഒരു ഗ്രീനും ബ്ലൂവും കൂടിയിട്ടായിട്ടുള്ളത് അല്ലേ. നല്ല എല്ലാം ഉടുത്താ ഒന്നിനൊന്ന് വെച്ചല്ലേ, കൺഫ്യൂഷൻ. ഇത് ഡാർക്ക് ഉജാല ബ്ലൂ, ഒരു നേവി ബ്ലൂവും മറ്റേ ബ്ലൂ മിക്സ് ആയിട്ട്, പക്ഷെ നല്ലൊരു ഗ്രീൻ ആണ്, ഗ്രീനും കൂടി മിക്സ് ആയിട്ട് വരുന്നത് അല്ലേ. നല്ല ഉണ്ടാവും. ബോർഡറും അത്യാവശ്യം നല്ല വീതിയിൽ വരുന്ന ഒരു കളക്ഷൻ. അപ്പൊ ഇങ്ങനെ ബോർഡർ വേണ്ട, നമുക്ക് ഇങ്ങനെ ഒരു വേവ് ടൈപ്പ് ഇതിലൊന്നുമില്ല, ജസ്റ്റ് സിംഗിൾ ഷെയ്ഡാ. സിംഗിൾ ഷെയ്ഡില് വേവ് ടൈപ്പ് ആണെങ്കിൽ ഇതാണ് പല്ലു പോർഷൻ വരിക. പല്ലു പോർഷൻ വന്നിട്ട് ബോഡി ഫുള്ള്. ഇതിന് പ്രത്യേകിച്ച് ഒരു കോൺട്രാസ്റ്റ് റെയിൻ ഡ്രോപ്സ് പോലെയാണ് ഇതിന്റെ ഉള്ളിലത്തെ ഒരു എന്താണ് ബോർഡർ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെയൊന്നുമില്ല. ബോർഡർ ഉണ്ട് അതാണ്, അങ്ങനെ ഒരു റെയിൻ ഡ്രോപ്സ് പോലത്തെ ആ ഒരു ഫീലിംഗിലോട്ട് ഇങ്ങനെ വരും. ഫുൾ ഒരു ഡിഫറെന്റ് ലുക്ക് തന്നെ. അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ ബോർഡർലെസ് വേണമെങ്കിൽ അങ്ങനെയുണ്ട്, ലൈനിൽ തന്നെ വരുന്നത്. നല്ലൊരു ഡിസൈനർ കാഞ്ചീപുരമാണ് ഇത്. ഹാഫ് ആൻഡ് ഹാഫ് ആണെന്ന് തോന്നുന്നു അല്ലേ അത്. ആ ഒരു വർക്ക് ഇത് ഡാർക്ക് കോപ്പർ ആണ്, കണ്ട ആന്റിക് ഗോൾഡ് എന്നൊക്കെ പറയില്ലേ, നല്ല നമ്മളെ ആ ഒരു എന്താ പറയാ ടെമ്പിൾ ജ്വല്ലറിയുടെ കളക്ഷൻസ് ആന്റിക് ടൈപ്പിൽ അതിൽ വരുന്ന നല്ല ആ ഒരു ഡാർക്ക് ഗ്രീൻ. ഇത് ബ്രൈഡിന് ഉപയോഗിക്കാം, അല്ലാതെ സെക്കൻഡ് സാരി, എൻഗേജ്മെന്റ് സാരി എല്ലാവർക്കും. കറക്റ്റ് ഈ ചെക്സ് നമ്മൾ ആ ഉടുക്കുമ്പോൾ കറക്റ്റ് നമ്മളുടെ പൊസിഷനിലാണ് വരിക. പ്ലീറ്റിന്റെ അവിടെ ഫ്രണ്ടിൽ ഇത് പല്ലു പോർഷനിൽ. ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ്, ഈ ലൈൻ ബ്ലൗസ് ആണ് വരുന്നത്. ഇതൊരു വെറൈറ്റി പീസാണ്. ഇതൊക്കെ ഒരു ഡിസൈനർ ടൈപ്പിലൊക്കെ വരുന്നതുണ്ടോ, ഇങ്ങനെ വരിക. ഇങ്ങനെ ചെക്സ് കറക്റ്റ് നമുക്ക് ആ ഉടുക്കുമ്പോൾ ആ ഒരു ലെവലിലായിട്ട് വരിക. നല്ല കളറാണ് ഇത്, സിമ്പിളായിട്ട് എലഗൻ. ഫുൾ കാണുമ്പോൾ ഒന്നുമില്ല, പക്ഷെ ഉടുത്ത് വരുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി ഫീൽ ചെയ്യുള്ളൂ അല്ലേ. ഇത് വരുമ്പോൾ ഓണിയൻ ഷെയ്ഡിലല്ലേ. ഇത് വാട്ടർ ജെറി എന്ന് പറയും, നമ്മൾ ഫസ്റ്റിലേ കാണിച്ചിട്ടുള്ളത്. ഇതാണ് വാട്ടർ ജെറി. വാട്ടർ ജെറി എന്ന് പറഞ്ഞാൽ കോപ്പർ, സിൽവർ, ഗോൾഡ് എല്ലാം മിക്സ് ആയിട്ട് വരുന്ന, ഇതെല്ലാം മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഷെയ്ഡ് ഉണ്ട്. വാട്ടർ ജെറി. ഇപ്പൊ ഇനി അങ്ങോട്ട് വരുന്ന അപ്കമിങ് ആ ഒരു ട്രെൻഡ് മിക്കവാറും ഇതായിരിക്കും. പക്ഷെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, ഓരോ ട്രെൻഡ് വരുന്നതാണ്. വാട്ടർ ജെറിയാണ്. കാരണം ഇതിന്റെ എന്ന് വെച്ചാൽ നമുക്ക് ഇതിനനുസരിച്ച് ഗോൾഡ്, നമ്മളെ യെല്ലോ ഗോൾഡ് യൂസ് ചെയ്യാൻ പറ്റില്ല, റോസ് ഗോൾഡ് ഷെയ്ഡുകൾ നമുക്ക് ഓർണമെന്റ്സ് റോസ് ഗോൾഡിന്റെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഇതിന് ഒരു ഭംഗി ഉണ്ടാവും. ഗോൾഡും പറ്റില്ല, സിൽവറും പറ്റില്ല. ക്രിസ്ത്യൻസിന് നല്ലതായിരിക്കും. ആ ഒരു മന്ത്രകോടിക്ക് നല്ലൊരു ഒറ്റ ചെയിനൊക്കെ ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. വെച്ച് നോക്കിയതോ, അയ്യോ എന്റെ മനസ്സിലുള്ളത് ഇപ്പൊ തന്നെ വായിച്ചോ, കെട്ടിയും കേക്കണ്ട. ഇത് പീകോക്ക് ബ്ലൂല്. ഇത് പീകോക്ക് ബ്ലൂല് വേറെ, നേരത്തെ നമ്മൾ ഗ്രീൻ കണ്ടില്ലേ, അതിന്റെ വേറെ തന്നെ ഒരു പാറ്റേൺ. ഇത് കണ്ടോ, ഇതിൽ നമുക്ക് നമ്മളൊരു ഫസ്റ്റ് ഒരു ട്രയൽ ബേസിൽ എടുത്ത ഒരു കളറാണ് ഇത്. കാരണം വെച്ചാൽ ഇത് ബ്രൈഡിന് യൂസ് ചെയ്യാം, അല്ലാത്തവർക്കും ആയി. ഇനി ഇതിന്റെ എത്ര കളേഴ്സ് വേണമെങ്കിൽ, ഈവൻ ചില്ലി റെഡിൽ വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും, ഏത് കളറിലും ചെയ്യാൻ പറ്റും. കാരണം ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മളെ പോലുള്ള ഷോപ്സിന്
നമ്മൾ പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുന്ന പാറ്റേൺസ് ആണ്. അപ്പോൾ ആ പാറ്റേൺസ് ആകുമ്പോൾ അവർ നമുക്ക് ട്രയലായിട്ട് ഒറ്റ പീസ് തരും. നമ്മളത് കസ്റ്റമറെ കാണിച്ചിട്ട് വേണമെങ്കിൽ ഓർഡേഴ്സ് എടുക്കാം. പിന്നെ ഒറ്റ പീസ് സപ്പോസ് പോയിട്ടില്ലെങ്കിൽ നമുക്ക് ഇതുണ്ട്. ഇതിപ്പോൾ സ്ട്രെയിറ്റ് ലൈനാണ്, ഒരു വെറൈറ്റിയാണ്. നമ്മളിവിടെ മാനിക്യൂനൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയത്. റെയർ അല്ലേ? അതെ അതെ, കുറച്ച് ബോർഡർലെസ് ആണ്, അതുപോലെ ലൈനായിട്ട് വരുന്നത്. സാധാരണ ഇങ്ങനെയൊക്കെ പട്ട് സാരിയിലൊക്കെ നമുക്ക് ലോ റേഞ്ചിന്റെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഹൈ റേഞ്ചില് നമ്മൾ അത്ര റിസ്ക് എടുത്ത് ചെയ്തിരിക്കുന്ന വർക്കാന്നല്ലേ. അപ്പൊ കുറെ കളക്ഷൻസ് നമുക്ക് റേഞ്ച് കൂടിയ ടൈപ്പ്, റേഞ്ച് കുറഞ്ഞത് കാണിക്കണം. അപ്പൊ ഇത് ജസ്റ്റ് ഇനി ഓപ്പൺ ചെയ്യാണ്ട് ഫുൾ വെറുതെ ഇങ്ങനെ കാണിക്കാം നമുക്ക്. കാരണം ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യുന്ന നിങ്ങൾ 2 ദിവസം താമസിക്കണം. അതാ താമസിക്കാൻ വീടുണ്ടല്ലോ, അപ്പൊ കുഴപ്പമില്ല. അതായത് കോൺട്രാസ്റ്റിൽ വരുന്നത് ഇത്, ഇതിനെ കുറിച്ച് പറയൂ. ഇതെല്ലാം കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന എല്ലാം ഒരു ഇൻ ബിറ്റ്വീൻ എല്ലാം 10 to 15 റേഞ്ചിലൊക്കെ വരുന്ന കോൺട്രാസ്റ്റ്. അതുപോലെ തന്നെ ഡാർക്ക് കോമ്പിനേഷനിലും സിംഗിൾ കോമ്പിനേഷൻ, ഇതൊക്കെ സിംഗിൾ കോമ്പിനേഷൻ പീകോക്ക് ബ്ലൂവിൽ വരുന്നത്. ഇത് സ്റ്റോൺ വർക്ക് ആയിട്ടൊക്കെ വരുന്നത്. ചിലർ സ്റ്റോൺ വർക്ക് ചോദിച്ചു വരും. സ്റ്റോൺ വർക്കിൽ ഇത് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം. ഇതിന്റെ വിലയും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് പറയണേ. എത്ര ആലോചിച്ച് പറയണ്ട, ഞാൻ ടാഗ് തപ്പി എടുത്തോളാം. അങ്ങനെ നോക്കിട്ട് പറയാം. അതേ കണ്ണു കാണാണ്ടില്ല, കണ്ണൊക്കെ മഞ്ഞളിച്ച് തുടങ്ങിയില്ല. റേറ്റ് ഇങ്ങനെ തന്നെ കാണിക്കാം. ഈശ്വര, ഇവിടുത്തെ ലൈറ്റിന്റെ ഗുണേ അതാണ് ശരി. കണ്ണു മഞ്ഞളിച്ചു. ഇത് ടിഷ്യൂ കാഞ്ചീപുരമാണ്, സെമി സിൽക്ക് ആണ്. പക്ഷെ നമ്മളുടെ ഒറിജിനൽ കാഞ്ചീപുരത്തിന് വെട്ടിക്കും ചിലപ്പോ വേണമെങ്കിൽ. അത്ര റേറ്റ് 8,000 സംതിങ് ഉള്ളൂ. വളരെ സോഫ്റ്റ് ആണ് ശരിക്കും. ഇതിന്റെ ഒരു 4 ചില്ലി റെഡിലുള്ള കളറൊക്കെ പോയിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആണ് അത്. ആ സോഫ്റ്റ് ആണ്. അപ്പൊ ആ കുട്ടി പറഞ്ഞു കാണും ഇത് ഹെവിന്റെ ലുക്ക് ഉണ്ട്, ആകെ ഒരു പ്രാവശ്യം ഇടും, അത്ര ഹെവി റേറ്റ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ബ്രൈഡ് എടുത്ത ഒരു ഷെയ്ഡ് ഇത്. നല്ല ഇതുണ്ടോ, ഇത് കുറച്ച് റയർ ആയിട്ട് തോന്നിയ കാരണം കേട്ടോ. ഇത് മാത്രം അങ്ങനെ ഓപ്പൺ ചെയ്ത് ഇതിൽ സ്റ്റോൺ വെച്ചത് ഒരുപാടുണ്ട്. ഓ, ഇപ്പൊ കാണിച്ചതിന്റെ സെയിം. അപ്പൊ രാത്രിക്ക് ബെഡ്റൂം ശരിയാക്കിക്കോ, എനിക്ക് താമസിക്കണ്ടേ. ഇതില് നല്ല അടിപൊളി കളറാട്ടോ. പിന്നെ ഭയങ്കര സോഫ്റ്റ് ആണ്, കണ്ടോ? സോഫ്റ്റ് സിൽക്ക് പോലെ. സോഫ്റ്റ് സിൽക്ക് പോലെ തന്നെ ശരിക്കും. നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആരും ഈ റേറ്റ് പറയില്ല. ജസ്റ്റ് 8,500 ആണ്. ഇത് കണ്ടോ, നല്ല ആയില്ലേ വെഡിങ് സാരി. സ്റ്റോണും ആ ഒരു ടിഷ്യൂ കാഞ്ചീപുരത്തിന്റെ സെയിം ലുക്ക് ഹൈ റേഞ്ച് തോന്നിക്കും, പക്ഷെ അത്ര റേഞ്ച് ഇല്ല. നമുക്ക് അഫോർഡബിൾ റേഞ്ചിലുള്ള കളക്ഷൻസ്. ഇപ്പൊ ഈ കളർ തന്നെ ഡിഫറെന്റ് കളർ ചേഞ്ച് ആണ് കേട്ടോ ഈ കാണുന്നത്, റെഡിലും ബ്ലൂവിലും. അപ്പോൾ ഇതൊക്കെ കൂടാണ്ട് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഇപ്പൊ നമ്മൾ ഹൈ റേഞ്ചിന്റെ കണ്ടു. ഇനി അവർക്ക് അപ്പുറത്തിരിക്കുന്ന സെമി സിൽക്കിലൊക്കെ വരുന്ന ഇതൊക്കെ കുറെ സെമി സിൽക്ക് ഉണ്ട്. അതായത് 2,500 1000 റേഞ്ചിലൊക്കെ വരുന്ന കുറെ സാരീസ് ഉണ്ട്. ഇതൊക്കെ ഒരു 4 അങ്ങനെ ഓരോ ലെവൽ ഇതുണ്ട്. ഈ ഒരു സെക്ഷനിൽ പോകുമ്പോഴേക്കും 1000 റേഞ്ച്. ഇതൊക്കെ 1000 റേഞ്ചിൽ വരുന്നതാ. ഇതൊക്കെ ഉണ്ടോ 950,000 റേഞ്ചിലൊക്കെ വരുന്ന സാരീസാണ്. പട്ട് സാരി അല്ലേ, നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ സാരിയാണ്. സെക്കൻഡ് സാരി ആയിട്ട് യൂസ് ചെയ്യാം. ഇത് ജസ്റ്റ് കണ്ടോ, നമ്മളിപ്പോ നേരത്തെ കണ്ട കാഞ്ചീപുരത്തിന്റെ അതിന്റെ റേറ്റ് ഒന്ന് ഊഹിക്കാൻ പറ്റുമോ? ഊഹിക്കലോ ഒന്നുമില്ല. ഇത് ഇവിടെ എടുക്കണു ഇങ്ങനെ കാണിക്കുന്നു. അതെ, 2850. അതായത് നോക്കിക്കാൻ ഇത് കണ്ടോ, ഇത് പ്യുവർ കാഞ്ചീപുരമാണ്. ഇത് സെമി കാഞ്ചീപുരം. സെമി സിൽക്കില് കാഞ്ചീപുരത്തിന്റെ സെയിം വീവിംഗിൽ കാണുമ്പോ രണ്ടും ഒരുപോലെ, കാണുമ്പോ സെയിം തന്നെ. രണ്ടും സെയിം ആയിട്ട് ആ ഒരു ഫീല് നമുക്ക് കിട്ടും. പക്ഷെ ഇത് ഒറിജിനൽ ആണ്, ഇത് ഒരു സെമിയിൽ പെടുന്നതാണ്. അങ്ങനെ ഇതൊക്കെ 1000 റേഞ്ചിൽ വരുന്ന സാരീസ് ആണ്. 1000. ഇതും ആ സെയിം കാഞ്ചീപുരം വീവിംഗിൽ വരുന്ന സെയിം 1000 റേഞ്ചില് നമുക്ക് ഗിഫ്റ്റിനൊക്കെ പറ്റിയിട്ടുള്ള സാരി, അല്ലെങ്കിൽ പെണ്ണിന്റെ സാരി എടുക്കാം. അപ്പുറത്തിപ്പുറത്തൊക്കെ നിൽക്കാനായിട്ട് കുറെ ആൾക്കാരുണ്ടാവും. സൽക്കാരം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം സൽക്കാരം എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അതിനൊക്കെ ഇങ്ങനത്തെ സാരീസ് ഒക്കെ എടുക്കും കൂടുതൽ അല്ലേ. പിന്നെ പെട്ടിയിൽ വെക്കാൻ വേണ്ടേ? അതാണ് ഏറ്റവും മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ. പെട്ടിയിൽ വെക്കാൻ ഒരുപാട് സാരീസിന്റെ ആവശ്യങ്ങളുണ്ട്. ഇതും അതിൽ നല്ല കളക്ഷൻ ആട്ടോ. ഇത് വരുന്നത് ഇതൊക്കെ 1000 റേഞ്ച് ഒക്കെ വരുന്നത്. 1000 വരുന്നത്. ഇത് 2000 റേഞ്ചിൽ. 2000 റേഞ്ച്. ഇതും 2000 റേഞ്ച്. 1000 റേഞ്ചിലും ഉണ്ട്. 1000 റേഞ്ചിനൊക്കെ പെട്ടെന്ന് തീരും. പെട്ടെന്ന് കളക്ഷൻസ് അത്ര നല്ലതാണെന്നുള്ളത്. അതായത് റോസ് ഗോൾഡ് ടൈപ്പിൽ വരുന്ന ഇതൊക്കെ ബോർഡർലെസ്സിൽ കേട്ടോ. ബോർഡർലെസ് ആയിട്ട് ഇതൊക്കെ ബോർഡർലെസ്സിൽ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ വെഡിങ്ങിന്റെ ഇതൊക്കെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് വരുന്ന ടൈപ്പ്. ഇത് ടിഷ്യൂല് അല്ലേ?
ടിഷ്യൂല് സിമ്പിൾ ആയിട്ട് ബോർഡർ വരുന്നത്, വർക്കൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നിവർത്തി കാണിക്കുമ്പോൾ അതിന്റെ ഒരു അല്ലേ, ഇങ്ങനെയാണ് ശരിക്കും അത് വരിക. പ്ലെയിൻ ആണ് കേട്ടോ, അതിൽ വേറെ വർക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി ഇതെല്ലാം ഇങ്ങനെ കൊടുക്കുന്ന ഇതിലൊക്കെ എല്ലാവരും എടുക്കും, ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട്. അതിനൊരു 1000 മുതൽ 2500 വരെ ഒരാളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട്. ഈവൻ ഗ്രൂമിന്റെ സൈഡിൽ നിന്ന് വരുവാണെങ്കിൽ അവർക്ക് കൊടുക്കുക, കസിൻസ് അമ്മായിമാർക്കൊക്കെ കൊടുക്കണ്ടേ, അപ്പൊ അതിനുവേണ്ടി കുറെ അങ്ങനത്തെ. ഇനിയിപ്പോ നമുക്ക് റിസപ്ഷന് കുറച്ചവിടെ വർക്കുള്ളത് ഞാൻ വർക്കുള്ളത് ആ ഭാഗത്തേക്ക് പോകും. അതിനു മുമ്പ് ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കോ. ഇതെല്ലാം എന്ന് വെച്ചാൽ കാന്ത സ്റ്റിച്ചിലൊക്കെ വരുന്ന ടൈപ്പാ, പ്രിന്റഡ് ഇല്ലേ, സെമി ടസറിലൊക്കെ വരുന്ന, പ്രിന്റഡ് സിൽക്കിലൊക്കെ വരുന്ന ടൈപ്പിൽ വരുന്നതാണ്. ഒരെണ്ണം ഇനി നമുക്ക് ലെഹങ്കാസ് ഉണ്ട്, ഗൗൺ ഉണ്ട്, ഇതൊക്കെ കാണിക്കാനുണ്ട്. അതുകൊണ്ട് പ്രിന്റഡ് ടൈപ്പില് കാന്ത സ്റ്റിച്ചും അതുപോലെ തന്നെ കലംകാരി പ്രിന്റ് ആ ടൈപ്പിലൊക്കെ വരുന്ന സാരീസ് ആണ് ഈ ഭാഗത്തില്. ഇതൊക്കെ കാന്ത പ്രിന്റ് അല്ല സ്റ്റിച്ച്. ഇതൊക്കെ ഏകദേശം എത്ര വരും റേഞ്ച്? ഇതൊക്കെ വരുന്നത് ഒരു 2000 റേഞ്ചിലൊക്കെ വരുന്നത്. ഓക്കെ, ഇതുണ്ട് സെമി ടെസറിൽ മധുബനി പ്രിന്റിൽ വരുന്ന സാരി. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ട് കിടക്കാം നമുക്ക്. ഓക്കെ. കാരണം ഇനി വീഡിയോ പിന്നെ മോഡലിന്റെ കാണിച്ചില്ലേ നമ്മൾ? മോഡലിന്റെ സാരി എപ്പോഴും ഉണ്ടാവും, അത് ഓൺലൈനിൽ എപ്പോഴും ചൂടപ്പം പോലെ പോകുന്ന ഐറ്റാണ്. ഇന്നുണ്ടെങ്കിൽ നാളെ ഉണ്ടാവില്ല, അതിങ്ങനെ റൗണ്ട് ചെയ്തോണ്ട് പോകുന്ന ഐറ്റാണ്. സാരീസ് ഒക്കെ വരുമ്പോൾ സ്റ്റാർട്ടിംഗ് റേഞ്ച് മോഡൽ സിൽക്ക് 3950 മുതൽ സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത്. അതിലത്തെ കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ ഇത് ഇവിടെ കണ്ടത്. ഇതൊക്കെ ആ മോഡലിൽ വരുന്നത്. അതൊക്കെ അപ്പാപ്പ പോകും, കാരണം ഇവർക്ക് യൂട്യൂബ് ചാനൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് പോകും. സെമി സിൽക്ക് 2000 റേഞ്ചിൽ വരുന്ന സാരീസ് ആണ്. ഓക്കെ, 2000 റേഞ്ചിലൊക്കെ വരുന്നതൊക്കെ ആണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ എടുക്കുന്നത്. ഗിഫ്റ്റിന് പോണ സാരി അല്ലേ, സോഫ്റ്റ് സിൽക്കിലൊക്കെ വരുന്ന സാരീസ് ആണ്. ഇനി ത്രെഡ് വർക്ക് വേണമെങ്കിൽ, കസവ് വേണ്ട ത്രെഡ് വർക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ ത്രെഡ് വർക്കിൽ വരുന്ന സാരി, സെമി ടസറിലൊക്കെ വരുന്ന. ഇനി വർക്കുള്ളത് നമുക്ക് റിസപ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് കളക്ഷൻസ്. ഇത് ഫുള്ള് വർക്കിൽ വരുന്നതാണ്. വർക്ക് വരുന്നത് ഇത് ടിഷ്യൂ ബനാറസിയാണ്. ബനാറസിയിൽ തന്നെ ക്രഷ് ജോർജറ്റ് എന്ന് പറയും. ഇതുണ്ടോ, മറ്റേത് സോഫ്റ്റ് ആണ് നമ്മൾ കൂടുതൽ കണ്ടിരിക്കുന്നത്. ഇതൊരു കുറച്ചിങ്ങനെ പൊന്തി നിൽക്കണ ടൈപ്പ്. ഇല്ല, പൊങ്ങി നിൽക്കൂല. ഇല്ലേ, അത് നമ്മൾ ഈ പോളിസ്റ്റർ മിക്സ് വരുമ്പോഴാണ് പൊങ്ങി നിൽക്കുക. ഇത് സോഫ്റ്റ് ആണ്. സോഫ്റ്റില് ബനാറസി ക്രഷ് ബനാറസി എന്ന് പറയും. ടിഷ്യൂ ക്രഷ് ബനാറസി എന്ന് അതിന് പേര് പറയുന്നത്. ഇതിന്റെ കളേഴ്സ് വരുന്നുണ്ട്. ഇതൊക്കെ നല്ല ഭംഗിയായിരിക്കും. പിന്നെ വർക്കിൽ വേണമെന്ന് വെച്ചാൽ വർക്കിൽ വരുന്നതുണ്ട്. പിന്നെ നെറ്റില് വർക്ക് വേണമെന്ന് വെച്ചാൽ നെറ്റില് വർക്ക് വരുന്നുണ്ട്. ഇത് ഓർഗൻസയിലാന്ന് തോന്നുന്നു. ഇത് ഓർഗൻസയാണ്. ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന ഓർഗൻസയിൽ ഹാൻഡ് വർക്കും കൂടെ മിക്സ് ആക്കിയിട്ട് ചെയ്യുന്നതാണ്. പേസ്റ്റൽ ഷെയ്ഡിൽ റിസപ്ഷനോ അല്ലെങ്കിൽ റിസപ്ഷൻ അതുപോലെ തന്നെ ഈ കോളേജ് ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സാരി. ഇത് ബ്ലൗസ് പീസോ? ബ്ലൗസ് പീസുകളും കലംകാരിയിൽ വരുന്ന ബ്ലൗസ് പീസ് ഉണ്ട്. ഇതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാണ്. പിന്നെ ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഫുള്ള് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തെടുക്കുന്ന ഐറ്റാണ്. ഞങ്ങള് ഒരു യൂണിറ്റ് ആയിട്ട് ടൈപ്പ് ഉണ്ട്. നമ്മൾ പറയുന്ന കോമ്പിനേഷൻ ഇത് കണ്ടോ, ഫുള്ള് ഹാൻഡ് വർക്കാ. 100% ഹാൻഡ് വർക്കിൽ ഫുള്ള് ബ്ലൗസ് ഫുൾ ഹെവി വർക്ക് ആയിരിക്കും. അങ്ങനെ ബ്ലൗസും കാണിച്ചു തരാം. ഇത് ബ്രൈഡും എടുക്കും, അതുപോലെ തന്നെ നമുക്ക് ഇപ്പം അങ്ങനെയൊന്നുമില്ല, ബ്രൈഡിന് എന്നൊന്നും പറയാൻ പറ്റൂല, എല്ലാവരും എടുക്കുന്നുണ്ട്. അത്രയും ഹെവി വർക്ക് വരുന്നുണ്ട്. അങ്ങനെ ആഗ്രഹം ഉള്ള ആൾക്കാർക്ക്. പിന്നെ ബ്ലൗസ് പീസ് ഇതാണ് ബ്ലൗസ് പീസ്. കണ്ടോ, ബ്ലൗസ് ഫുൾ വർക്കാ വരിക. ഇത്രയും ഹെവി വർക്ക് ബ്ലൗസിൽ വന്നു. സ്ലീവിലും ബാക്കിലും ഫ്രണ്ടിലും എല്ലായിടത്തും വന്നു. അപ്പൊ നല്ല അടിപൊളി. ഇനി വേറെ ഷിഫോണിൽ വർക്ക് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെയും ചെയ്ത് കൊടുക്കും. നെറ്റിൽ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗി. ഇത് അതിന്റെ തന്നെ വേറൊരു പാറ്റേൺ, നല്ലൊരു യെല്ലോയില് വരുന്ന ഫുള്ള് ഹാൻഡ് വർക്ക് ആയിട്ട് വരുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ഇതില്ലേ, അതെല്ലാം ബനാറസി. ബനാറസിൽ എത്ര സ്റ്റാർട്ടിംഗ് റേറ്റ് വരെ? ബനാറസി ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 1950 മുതൽ സ്റ്റാർട്ട് ചെയ്യും. 1950 മുതൽ 7000 വരെ ഈ ഒരു കളക്ഷൻ ബനാറസിൽ വരുന്നത്. ഇത് വാട്ടർ ജെറിയിൽ വരുന്ന ബനാറസിയാണ്. ബനാറസിൽ ഇത് കൂടാണ്ട് വാട്ടർ ജെറി വരും, അതുപോലെ തന്നെ ഇത് കണ്ടോ ഓക്സിഡൈസ്ഡ് സിൽവർ ജെറി വരും. പിന്നെ അത് ആന്റി ഗോൾഡ് ജെറി കോൺട്രാസ്റ്റ് ആയിട്ട് വരും. പിന്നെ ഇത് കണ്ടോ സിൽവർ ബൂട്ട, ഫുൾ സിൽവർ അല്ല, ഒരു
ലൈറ്റ് റോസ് ഗോൾഡ് ടൈപ്പിൽ വരുന്നത്. അങ്ങനെ ബനാറസിൽ കുറേ വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുക ബനാറസിൽ തന്നെ. അപ്പൊ ഇനി ബനാറസിന്റെ കൂടുതൽ ഒരു വീഡിയോ കോൾ ചെയ്ത് കണ്ടോട്ടെ. ഇനി റെഡിമെയ്ഡ് ബ്ലൗസിന്റെ ഉണ്ട്. ഇതൊക്കെ സ്റ്റാർട്ടിംഗ് റേഞ്ച് എത്ര വരും? റെഡിമെയ്ഡ് ബ്ലൗസ് ഒരു 850 മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നത്. ഇത് ഗൗണുകളാണ്. ഗൗണൊക്കെ എങ്ങനെയാ റേഞ്ച് വരുന്നത്? ഗൗൺ എല്ലാം ഒരു ബിലോ 10 ആണ്. സ്റ്റാർട്ടിംഗ് വരുന്നത് 4000 5000 റേഞ്ചിലൊക്കെ വരുന്നത്. റിസപ്ഷൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. റിസപ്ഷൻ ഇടാം, വെഡിങ്ങിന് പോകുന്നവർക്ക് ഇടാം. അങ്ങനെ അപ്പൊ ഇത് ജസ്റ്റ് ഡിസ്പ്ലേ വെച്ചോട്ടോ, ബാക്കിയുള്ളത് അവിടെ ഉണ്ടാവും. ഓക്കെ. പിന്നെ ഇതൊക്കെ ബനാറസിയിലൊക്കെ വരുന്ന ഇതാണ് ലെഹങ്കാസ. ഇത് മെറ്റീരിയൽ ആയിരിക്കും മോഡൽ വരുന്നത് അല്ലേ? ഇത് സ്കേർട്ട് വരും, ബ്ലൗസ് അൺസ്റ്റിച്ചഡ് ആയിരിക്കും, അൺസ്റ്റിച്ചഡ് ആണ് വരിക. ദുപ്പട്ട വരും, ഒരു ടൈ ആൻഡ് ഡൈ പാറ്റേണിൽ ചെയ്യുന്നത്. ഇത് വന്നിരിക്കുന്നത് ഒരു ടിഷ്യൂ, ബനാറസിയുടെ തന്നെ ടിഷ്യൂ ടൈപ്പില്, ഒരു ട്രഡീഷണൽ ആ രീതിയിൽ. മറ്റേന്ന് പറയുമ്പോൾ കുറച്ച് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അങ്ങനെ ഫുള്ള് ബനാറസിയാ. ബനാറസിൽ വരുന്ന കുറേ കളക്ഷൻ ഉണ്ട്. എല്ലാം ഒരു ശരിക്കും പറഞ്ഞാൽ ലെഹങ്കാസ് ഞങ്ങളുടെ അടുത്ത് 2000 മുതൽ 90,000 വരെ ഉള്ളതുണ്ട്. ഓ, ലെഹങ്കാസിൽ തന്നെയാ? ലെഹങ്ക 90,000 എന്ന് പറഞ്ഞാൽ ഫുൾ ഹാൻഡ് വർക്ക്. 90,000 ഫുൾ ഹാൻഡ് വർക്കിൽ വരുന്ന ഇതൊക്കെ ബനാറസി ടൈപ്പിൽ വരുന്നതാണ്. ഐവറി കളറിൽ വേണമെങ്കിൽ അങ്ങനെയുണ്ട്, കോൺട്രാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയുണ്ട്. ഇതെല്ലാം നല്ലൊരു ടെമ്പിൾ ഷൂട്ടിനും അതുപോലെ തന്നെ കുറേ കോൺട്രാസ്റ്റിൽ വരുന്നുണ്ട്, സിംഗിൾ ഷെയ്ഡിൽ വരുന്നുണ്ട്. ഇതൊക്കെ ബനാറസിന്റെ സിംഗിൾ ഷെയ്ഡിൽ. ശരിക്കും ഇവിടുന്ന് സൈഡിൽ കൂടെ നോക്കിയാൽ അതിന്റെ കറക്റ്റ് ഇത്രയും കളേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഉള്ളിൽ കുറേ ഉണ്ട്, കുറച്ച് നമ്മൾ ഡിസ്പ്ലേ മാത്രം വെച്ചിട്ടുള്ളൂ എന്നല്ലേ? ഓക്കെ. അപ്പൊ ഇനി ഇത് കൂടാണ്ട് നമുക്ക് വരുന്നത് പിന്നെ ഉള്ളത് നമുക്ക് ലെഹങ്കര ഒരു സെക്ഷനാണ് അല്ലേ? ലെഹങ്കര സെക്ഷനിൽ റിസപ്ഷന് ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറെ കളക്ഷൻ എല്ലാം പല മിറർ വർക്കും അതുപോലെ തന്നെ പല പല ഇതാണ്. ഇതാണ് ഫുൾ ഹാൻഡ് വർക്ക് ചെയ്ത ടൈപ്പിൽ വരുന്നത്. ശരിക്കും ആ ഒരു ചിക്കു ഷെയ്ഡിൽ ഫുൾ ഹാൻഡ് വർക്കാണ്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. കാരണം ഇവിടെ ചിലവർക്കൊക്കെ ഭയങ്കര നിർബന്ധമാണ് ഫുൾ ഹാൻഡ് വർക്ക് എന്നൊക്കെ പറയുമ്പോൾ. ഒരു അവരെ വെഡിങ്ങിനിടുമ്പോൾ അവർക്കൊരു ഫുൾ ഇങ്ങനെ നിവർത്തി ഇത് കണ്ടാലത് മനസ്സിലാവും. ശരിക്കും കുറച്ചും കൂടെ നീങ്ങി നിൽക്കാം. ഓക്കെ. ഇത് നമുക്ക് ശരിക്കും ഇങ്ങനെ ആ ഒരു വിരിവോട് കൂടിയിട്ട് കണ്ടാ ഇത്രയ്ക്കും ആ ഒരു ഫ്ലെയറിൽ വരുന്നത്, ഗോൾഡൻ ഷെയ്ഡിൽ വരുന്നത്. ഇതാണ് ദുപ്പട്ട. ദുപ്പട്ടയിൽ നല്ല ഹെവി ആയിട്ട് ഇവിടെ വെച്ച് കണ്ടോ ഇത്രയ്ക്കും വർക്ക് പോകുന്നുണ്ട് കേട്ടോ. ബ്ലൗസ് ഫുള്ള് വർക്ക് വരുന്നുണ്ട്. ഇതാണ് ബ്ലൗസിൽ ഫുള്ള് വർക്ക്. അങ്ങനെ കുറേ ഉണ്ട്, നമ്മൾ ബോക്സിലാക്കി വെച്ചിരിക്കുകയാണ്. റിസപ്ഷനിൽ നല്ലൊരു കളക്ഷൻസ് ഉണ്ടല്ലേ? ഇതൊക്കെ ശരിക്കും ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ നല്ല റിസപ്ഷനൊക്കെ പറ്റിയിട്ട് അതിൽ കുറേ കളക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് കൂടാണ്ട് നമുക്ക് മിറർ വർക്ക് വേണമെങ്കിൽ മിറർ വർക്ക്, കോഡിംഗ് വർക്ക് വേണമെങ്കിൽ കോഡിംഗ് വർക്കിലുണ്ട്. ഇതൊക്കെ ലെഹങ്കയില് ഇപ്പൊ ഇത് എല്ലാതും ഓപ്പൺ ചെയ്യണത് എളുപ്പമല്ല കേട്ടോ. ഇത് ജസ്റ്റ് ഇങ്ങനെ ഓടിപ്പിച്ച് കണ്ടാൽ മതി. എല്ലാ ടൈപ്പിലും വരുന്നുണ്ട്. അകത്ത് ഉള്ളിലിരിപ്പുണ്ട് വേറെ ടൈപ്പും, ജസ്റ്റ് ഡിസ്പ്ലേയിൽ ഇങ്ങനെ വെച്ചിരിക്കാന്ന് മാത്രം. പിന്നെ ഇതിൽ 2000 മുതൽ സ്റ്റാർട്ടിങ് വരുന്നത് 90,000 വരെ 90,000 വരെ ഉണ്ട്. ഇനി 2 lakhന്റെ വേണമെങ്കിൽ അതും കൊണ്ടുവരാൻ റെഡിയാണ്. അത്രയും ഹെവി ആയിരിക്കും, 25 കിലോ വെയിറ്റ് ഒക്കെ വരുന്നത്. പക്ഷെ എളുപ്പമല്ല അതൊക്കെ ഉടുത്ത് ഒരു ദിവസമൊക്കെ നിൽക്കാന്ന് പറയാം. പക്ഷെ അത്രയും വെയിറ്റ് തോന്നിക്കില്ല കേട്ടോ. കാരണം ഈ ക്യാൻ്റെ വെയിറ്റ് തന്നെ താങ്ങും. നമുക്ക് പിന്നെ വെയിറ്റ് താങ്ങേണ്ട ആവശ്യമില്ല. അത്രയും അധികം ഹെവി കളക്ഷൻസ് ആണ്. അതിന്റെ അകത്തൊക്കെ എടുത്ത് വെച്ചിരിക്കുക. ഒളിപ്പിച്ച് വെച്ചേക്കാന്ന് കുറെ കളക്ഷൻസ്. ശരിക്കും പാക്കിംഗ് പോവാണെങ്കിൽ ഇങ്ങനെയായിരിക്കും പാക്കിംഗ് പോവാ. ഫുൾ ഇതുണ്ടോ, ജസ്റ്റ് ഇതൊന്ന് മാത്രം പുറത്തെടുക്കാം. ബാക്കി നോക്കേണ്ടവരൊക്കെ ഷോപ്പിൽ വരട്ടെ. അതെ, ഷോപ്പിലേക്ക് വരികയാണെങ്കിൽ വീഡിയോ കോൾ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട്. ഇത് നമ്മുടെ കണ്ണൂര് വളരെ നല്ല ഫുള്ള്, അതായത് ബുള്ളൻ നോട്ട്സ് വർക്ക് എന്നൊക്കെ പറയില്ലേ, ഹെവി ആയിട്ട് വരുന്ന ഈ ഒരു ഇതുണ്ട്. ഈ ഒരു ഫ്ലോറൽ ഇത്രയും വർക്ക് കയറുന്നുണ്ട് അല്ലേ? നല്ല ഹെവിയാണ്, പക്ഷെ അത്ര വെയിറ്റ് ഇല്ല കേട്ടോ. ഇത് ഇങ്ങനെ തോന്നുന്നതാ. ഇതിങ്ങനെ വെക്കുമ്പോ തന്നെ ആ വെയിറ്റ് അതിലിങ്ങനെ താങ്ങിയിരുന്നോളും. പിന്നെ ഇതില് ബ്ലൗസ് ഈ പോർഷൻ, ദുപ്പട്ട ഫുൾ നെറ്റിലാണ് കേട്ടോ വർക്ക് വന്നിരിക്കുന്നത്. നെറ്റിൽ വരുമ്പോ ഭംഗി വേറെ തന്നെയാണ്. നമ്മള് മുമ്പൊക്കെ വെൽവെറ്റിലല്ലേ വന്നത്. അതെ അതെ, വെൽവെറ്റ് പണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹെവിയിലായിരുന്നു ചെയ്തത്. ഹെൽമെറ്റ് സോറി വെൽവെറ്റിന് ഓൾറെഡി ഒരു തിക്നെസ് ഉണ്ടാവും. പ്ലസ് അതിൽ വർക്കും കൂടെ വരുന്ന സമയത്ത് ഭയങ്കര ഹെവി ലുക്ക് ആയിരിക്കും. അപ്പൊ ഇതിപ്പോ നല്ല ലൈറ്റ് വെയിറ്റില് നല്ല കളക്ഷൻസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ ഇത്രയും വർക്ക് ഒന്നുകൂടെ അങ്ങനെ നീങ്ങേ ഇത്രയും ഹാൻഡ് വർക്ക് ഇതുണ്ടോ. ഇതൊക്കെ ഫുൾ ആ ഒരു സാരി ആയിട്ട് കൊടുക്കാം. നല്ല ഹെവി ആയിട്ട് എന്ത് ഭംഗിയായിരിക്കും.
അതായത് ഇതിലൊക്കെ കളേഴ്സ് ചോദിച്ചാൽ ചിലപ്പോ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, സിംഗിൾ ഷെയ്ഡാണ്, സിംഗിൾ ആയിരിക്കും. അപ്പോൾ ഇനി വെൽവെറ്റിൽ വേണമെന്നവരാണെങ്കിൽ അതിലും നമ്മൾ ചെയ്തു കൊടുക്കും. വെൽവെറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ പണ്ടത്തെ പോലത്തെ കട്ടിയുള്ള വെൽവെറ്റ് അല്ല, ലൈറ്റ് വെൽവെറ്റ് ഇപ്പോൾ ട്രെൻഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ വർക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞാലോ? ലൊക്കേഷൻ കണ്ണൂർ തളാപ്പ് AKG ജംഗ്ഷനിലായിട്ട്. നമ്മളെ ഷോപ്പിന് തൊട്ടടുത്താണ് AKG ജംഗ്ഷൻ. അടുത്തായിട്ടാണ്. പിന്നെ മൺഡേ ടു സൺഡേ ഓപ്പൺ ആയിരിക്കും. 9 to ഈവനിങ് 8 വരെ നമ്മളെ ഷോപ്പ് ഓപ്പൺ ആണ്. എല്ലാ സൺഡേസ് ഓപ്പൺ ആണ്. വെഡ്ഡിങ് കസ്റ്റമേഴ്സിന് നേരത്തെ വിളിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വരാവുന്നേ ഉള്ളൂ. വീഡിയോ കോളിനൊക്കെയാണ് നല്ല, നമ്മൾ ഫോണിലൂടെ കാണുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ കണ്ടില്ല, പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വളരെ ഈസിയാണ്. മെയിൻ റോഡാണ്, റെയിൽവേ സ്റ്റേഷൻ അത്രേ ദൂരമുള്ളൂ. 5 മിനിറ്റിന്റെ വഴി ഓട്ടോറിക്ഷയിലാണെങ്കിൽ ചൈതന്യ ഹോസ്പിറ്റലിന്റെ ബാക്ക് സൈഡാണ് ചൈതന്യ ഹോസ്പിറ്റൽ വരുന്നത്. നമ്മൾ ഇതിന്റെ ബാക്ക് സൈഡാണ് ചൈതന്യ ഹോസ്പിറ്റൽ. അപ്പോൾ തൊട്ട് ഫ്രണ്ടിലാണ് നമുക്ക് ആദ്യം ബിൽഡിംഗ് കാണുന്നത്, കഴിഞ്ഞിട്ടാണ് ചൈതന്യ ഹോസ്പിറ്റൽ കാണുക. അത്രയും അടുത്താണ്. പിന്നെ ഇത്രയും എന്ന് വെച്ചാൽ ടൗൺ ഏരിയയിൽ എന്ന് പറയുമ്പോൾ ഒരു ഷോപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു വെഡിങ്ങിൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ണൂർ കേട്ടാ, കണ്ണൂർ അത്ര ഇമ്പ്രൂവ്മെന്റ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മൾ ഇടിക്കും. അങ്ങനെയല്ല, കാരണം കണ്ണൂരിലെ ഹാൻഡ് പിക്ഡ് അതെനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. കാരണം മൊഡാൽ സിൽക്ക് ഞങ്ങളെ ഷോപ്പിൽ മാത്രമേ കിട്ടൂ. ഇപ്പൊ പിന്നെ ആൾക്കാർ ചോദിച്ചു മറ്റു ഷോപ്സിലൊക്കെ 1-2 വന്ന് തുടങ്ങി തോന്നണം. എന്നാലും എല്ലാവരും പറയുന്നത്, കസ്റ്റമർ പറയണതാണ് വേറെ എവിടെയും കിട്ടാറില്ല, നിങ്ങളെ ഷോപ്പിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ. അതുപോലെ തന്നെ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള വെഡിങ് സാരീസ് അതെനിക്ക് നെഞ്ചില് കൈ തൊട്ട് പറയാൻ പറ്റും. അതിന്റെ ഒരു ഗമയുണ്ടല്ലേ? പിന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സിനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞേ. ഇതിപ്പോ വരുന്നത് മസ്ലിൻ സിൽക്കിൽ വരുന്ന ഇത് 3 പീസ് അല്ലേ വരുന്നത്? 3 പീസ് ദുപ്പട്ട അവോയ്ഡ് ചെയ്തു. ഇവര് ഇട്ടിരിക്കുന്നതും സിൽക്കില് ഹാൻഡ് വർക്ക് ചെയ്ത ത്രെഡ് വർക്ക് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള വിത്ത് ദുപ്പട്ടയോട് കൂടിയിട്ടുള്ള സെറ്റ്. ഇതിന്റെ മെറ്റീരിയൽ നല്ലതാണ്. ഇതാവുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആണ്. ഭയങ്കര ഇതൊക്കെ നമ്മൾ റെഗുലർ ആയിട്ട് ഇഷ്ടംപോലെ കളക്ഷൻ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നത്. ഏത് ടൈമും എല്ലാ ടൈപ്പിലും വരും നമ്മൾ ഇതില്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് കണ്ണൂര് ലാവിസ് ഡിസൈൻസിന്റെ ഓണർ ലാവണ്യ. പിന്നെ കുറച്ച് ചേച്ചിമാര് നമുക്ക് വേണ്ടി ഇത്ര നേരം ഹെൽപ്പ് ചെയ്താന്ന് ഒന്ന് വന്നിങ്ങട് എല്ലാവരും കുറച്ചേരം ടൈം കഴിഞ്ഞ് പോയി. അതെ, ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു ബൈ പറയാ വായോ. എന്താ ഇപ്പൊ ഒരുവിധ ആൾക്കാരൊക്കെ പോയില്ലേ? അത്യാവശ്യം രാത്രി കഴിഞ്ഞാൽ രാവിലെ വന്നതാട്ടോ. രാവിലെ വന്നിട്ട് ഇവിടെ കളക്ഷൻ രാത്രിയായിട്ടും കഴിഞ്ഞിട്ടില്ല, പുറത്തെടുത്തിട്ടില്ല ശരിക്കും. അതെ, അപ്പൊ ഒരു ബൈ പറയാ. ഇവരൊക്കെ നമുക്ക് വേണ്ടി കുറെ നേരം ഹെൽപ്പ് ചെയ്താൽ ചേച്ചിമാരുടെ പേരുകളൊക്കെ പറയാം. ചേച്ചിമാരെ എല്ലാം ശരിക്കും പ്രായം കൊണ്ട്, പക്ഷെ എന്നാലും ഒരു റെസ്പെക്ട് കൊടുക്കണ്ടേ. ഷൈന, തുഷാര, പ്രിൻസി. പ്രിൻസി കുട്ടി. അപ്പൊ ഇവര് കൂടാണ്ട് ഇനിയും സ്റ്റാഫ്മാരെ എല്ലാരും നല്ല സപ്പോർട്ടിങ് ആണ്. അവർക്കും കാരണം നമ്മൾ കൂടുതലും ലേഡീസ് എല്ലാവരും കൂടെ ഒന്ന് ഒത്തൊരുമിച്ചിട്ട്, ഞാനും ഒരു ലേഡിയാണ്, എനിക്ക് സപ്പോർട്ടിങ് ആയിട്ട് ഇവർ 2 വശത്തുണ്ട്, ലെഫ്റ്റും റൈറ്റ് ആയിട്ട് എല്ലാവരും ഒരുമിച്ച് ഒരു. അപ്പൊ ഇത് മൊത്തം ഒരു ലേഡീസിന്റെ ആവശ്യങ്ങളെല്ലാം എന്ന് വെച്ചാൽ അണ്ടർ ഗാർമെന്റ്സ്, അണ്ടർ സ്കേർട്ട്, പാൻസ്, പലാസോസ്, സാരീസ്, അങ്ങനെ എല്ലാം. പിന്നെ ഒരു 450 തൊട്ട് സ്റ്റാർട്ടിങ് സാരി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു പീസ് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് എൻഡ് ചെയ്യാം. അത് നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണിച്ചില്ലെങ്കിൽ പിന്നെ മോശമല്ലേ? അപ്പൊ അതും കൂടി കാണിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം 450 വരുന്നതാണ്. 450 അങ്ങനെ എല്ലാവരും ഒന്നും അന്വേഷിച്ച് വരില്ല, എന്നാലും ചില ടൈമിലൊക്കെ കാരണം ഇപ്പം റയറായിട്ടാണ് ചെറിയ, കാരണം ഇപ്പം കുർത്ത എല്ലാം മാറിയല്ലോ ആൾക്കാർ. സാരിന്ന് കുർത്തയിലൊക്കെ ഇതൊക്കെ 450 റേഞ്ചിൽ വരുന്നതാണ് സാരീസ് അല്ലേ? സാരീസ് അപ്പോൾ 450 റേഞ്ച്, അതായത് സാരീസിൻ്റെ എല്ലാം റേഞ്ചിൻ്റെ കളക്ഷൻസ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എല്ലാ വിസിലത്തെ കളക്ഷൻസ്. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ബൈ പറയാം. വാ, ഞാൻ ആ 450 സാരീസ് ഒന്ന് കാണിച്ചിട്ട് വരുമോ? ഉണ്ട്. അപ്പോൾ അന്ന് താഴത്ത് പോയിട്ട് ബൈ പറഞ്ഞല്ലോ എല്ലാവരും കൂടി. അപ്പോൾ ഞങ്ങൾ താഴത്ത് പോയിട്ട് ബൈ പറയാം. വരും. ഇത്രയും സ്റ്റാഫ്സ് ഇപ്പം ഇവിടെ ഉള്ളൂ. സമയം 8 മണി കഴിഞ്ഞു. ഒരുവിധ ആൾക്കാരൊക്കെ ഏകദേശം പോക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ പേർക്ക് ക്യാമറ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് നമുക്ക് രാവിലെ തൊട്ട് ഫുൾ ടൈം നമ്മുടെ വീഡിയോസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത ആൾക്കാർ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു താങ്ക് യു പറഞ്ഞേ. ഒരു ബൈ. താങ്ക് യു ഞാനാണ് പറയണ്ടേ, എല്ലാവരും ബൈ പറഞ്ഞാൽ മതി. ബൈ, താങ്ക് യു. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ